മംഗലശ്ശേരി നീലകണ്ഠൻ്റെ അടുത്ത് ശേഖരൻ വന്നിട്ട് നീ വിട്ടോടാ ഞാൻ നോക്കിക്കോളാം. അങ്ങനെ അത്രേ നാളത്തെ ജേണിയുടെ ഒരു എൻഡാണ് അന്ന് ആ തിയേറ്ററിൽ ആ മൊമെന്റിൽ കണ്ടപ്പോൾ. ഫസ്റ്റ് ഷോ കാണുന്ന സമയത്തേക്ക് സിനിമയിലെ ഭയങ്കര കിക്ക് പോയിന്റുകളിലൊന്നായിരുന്നു ഈ സെക്കൻഡ് ഹാഫിൽ ഈ സ്പെസിഫിക് വ്യക്തിയുടെ ക്യാമിയോ എന്നുള്ളത്. ഞെട്ടിപ്പോയി. ഫുൾ തിയേറ്റർ ക്ലാപ്സ് അങ്ങനെ പരിപാടി. ചേട്ടനുണ്ട്, ഭയങ്കര പാട്ടുകാരനാണ്. പക്ഷെ പുള്ളി ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ സ്റ്റേജിൽ ആരെങ്കിലും പോവുകയാണെങ്കിൽ പുള്ളി നോക്കി വെച്ചിട്ട് പാട്ട് എഴുതി പിടിക്കും. ചേട്ടൻ്റെ മുറിക്കകത്ത് പോയപ്പോൾ അവിടെ ഒരു ഫയലുണ്ട്. ഫയലിൻ്റെ അകത്ത് ചേട്ടൻ എഴുതി തുടങ്ങിയിരുന്നു സ്ക്രീനിൽ. വിലായത്ത് ബുദ്ധ ആദ്യത്തെ സീൻ എഴുതി പാനെ അവിടെ വെച്ച ഫയൽ അവിടെ ഇരിക്കും. ഞാൻ അവസാനമായിട്ട് എനിക്ക് ഭയങ്കര ഒരു വിഷമമായിട്ട് തോന്നി. ചേട്ടൻ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് സന്തോഷമായേനെ. ഈ നമ്പർ 20 മദ്രാസ് മെയിലിൽ മമ്മൂട്ടിയായിട്ട് കാണിച്ചപ്പോൾ ഒരു ഹൈ ഉണ്ടല്ലോ. വെൽക്കം അരുൺ. ആദ്യം ചോദിക്കാനുള്ളതൊരു പോസ്റ്റ് റിലീസ് മൊമെൻറ്റിനെ കുറിച്ചാണ്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ പെയ്ഡ് പ്രീമിയർ കഴിഞ്ഞതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും വന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ടായിരുന്നു. അതിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ബേസിലിങ്ങനെ എടുത്തു വെക്കുന്നു. നിങ്ങളുടെ എല്ലാവരും പല മൊമെൻ്റ് അതിലുണ്ട്. കണ്ണ് നിറഞ്ഞിരിക്കുന്നത്, കെട്ടിപ്പിടിക്കുന്നത്, അതും ഇത്രയും വലിയ ക്രൗഡിൻ്റെ ഇടയിൽ ഇങ്ങനൊരു മൊമെൻ്റ് എൻജോയ് ചെയ്യുന്നത് ഒരു ഡെബ്യൂ ഡയറക്ടർക്ക് കിട്ടാവുന്നതിന് വെച്ചാൽ ഏറ്റവും വലിയ ഇൻട്രോ, ഒരു പെയ്ഡ് പ്രീമിയർ, കവിത പോലൊരു ഇത്രയും വലിയ കപ്പാസിറ്റിയുള്ള തിയേറ്ററിൽ ഫുൾ ഹൗസിൽ ഈ സ്ക്രീൻ ചെയ്യാന്നുള്ളത്. എന്താ ശരിക്കും ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ടുള്ള അരുൺ അനിരുദ്ധനും ഈ പറഞ്ഞ ഫസ്റ്റ് ഡേ ലൊക്കേഷനിൽ അരുണും തമ്മിലുള്ള ലെങ്ത്, ഡിസ്റ്റൻസ്, മാറ്റം എന്താ? ഒരുപാട് നാളത്തെ ഇതെല്ലാവരും പറയുന്ന കാര്യം തന്നെയാണ്. ഒരുപാട് നാളത്തെ സ്ട്രഗിളിന് ശേഷം ഫസ്റ്റ് പടം ചെയ്ത് സ്ക്രീനിൽ വരുമ്പോൾ ഉള്ള സന്തോഷം. അപ്പോൾ ഞാൻ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നാടകം പരിപാടിയൊക്കെ ആയിരുന്നപ്പോഴാണ് ഡയറക്ഷൻ എന്ന് പറയുന്ന ഒരു ഐഡിയ ഉണ്ടായിരുന്നത്. അപ്പോൾ തന്നെ ഡയറക്ടർ ആവാൻ എന്ത് ചെയ്യണം, സ്കൂൾ കഴിഞ്ഞ ആ സമയത്ത്. അപ്പോൾ എന്താ സംബന്ധിച്ച് ഷോർട്ട് ഫിലിം ചെയ്യണം. ഷോർട്ട് ഫിലിം ചെയ്ത് കഴിഞ്ഞാൽ സിനിമയൊക്കെ സംവിധായകനാകാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഷോർട്ട് ഫിലിം ചെയ്യുന്നു. ഷോർട്ട് ഫിലിം 2-3 ഷോർട്ട് ഫിലിം ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് ബേസിലിൻ്റെ ഷോർട്ട് ഫിലിം വന്ന് പ്രേമത കാതരയാണോ അതൊക്കെ ഇറങ്ങി നിൽക്കുന്ന സമയമാണ്. ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്ടർ ആവാൻ പറ്റും എന്ന് പറയുന്നു. അപ്പോൾ ഓക്കെ, അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ വേണ്ടി എന്ത് ചെയ്യണം, അപ്പോൾ ചാൻസ് ചോദിക്കണം. കുറേ പേരുടെ അടുത്ത് ഇങ്ങനെ ചാൻസ് ചോദിക്കണം, അസിസ്റ്റന്റ് ഡയറക്ടർ പറ്റുന്നില്ല. അപ്പോൾ ഷോർട്ട് ഫിലിമിലൂടെ അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ പറ്റും എന്നിട്ട് വെച്ചിട്ടൊരു കൊപ്പ TV ഷൂട്ട് ആൻഡ് ഐഡിയ കോൺടെസ്റ്റ് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഒരു ഷോർട്ട് ഫിലിം ചെയ്ത് അങ്ങനെ അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ ഒരു അവസരം കിട്ടുകയാണ്. അങ്ങനെ 2 പടത്തിൽ സച്ചേട്ടൻ്റെ കൂടെ അനാർക്കലിയിലും ഖാലിദ് റഹ്മാൻ്റെ കൂടെ അനുരാഗരിക്കും ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യും. അപ്പോഴാണ് എൻ്റെ അടുത്ത് വിലായത്ത് ബുദ്ധയുടെ ഡയറക്ടർ ജിയാൻ ചേട്ടൻ പറയുന്നത്, എടാ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്നൊന്നും ഈസി ആയിരിക്കില്ല, കുറച്ച് അസോസിയേറ്റ് ആയിട്ട് കുറച്ച് നാളെടുക്കും. സ്ക്രിപ്റ്റ് റൈറ്റർ ആയി കഴിഞ്ഞാൽ സച്ചേട്ടൻ്റെ കുറച്ചുകൂടി പെട്ടെന്ന് തന്നെ. ഓക്കെ, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് അല്ല, എനിക്ക് അങ്ങനെ വലിയ താല്പര്യം, ഞാൻ അങ്ങനെ ഒരു വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല റൈറ്റിംഗ് അല്ലെങ്കിൽ സ്ക്രീനിൽ അങ്ങനെ ഒരു പരിപാടി. അങ്ങനെയാണ് ഞാൻ പടയോട്ടവും മിന്നൽ മുരളി എഴുതുന്നത്. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്ടർ ആവാൻ പറ്റുമല്ലോ. അങ്ങനെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് അത് കഴിഞ്ഞ് മിന്നൽ മുരളി എഴുതുന്നു. അത് കഴിഞ്ഞ ശേഷം എഗെയിൻ ഇനി നമുക്ക് ഡയറക്ടർ ആവാൻ പറ്റും. അത് കഴിഞ്ഞ് വീണ്ടും ഡയറക്ടർ ആവാൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നു. പക്ഷേ അത് നടക്കുന്നില്ല. അൺഫോർച്ചുനേറ്റ്ലി അത് നടക്കുന്നില്ല. അത് കോവിഡ് കഴിഞ്ഞ സമയത്താണ് ടോവിയെ വെച്ചിട്ട് തന്നെ വേറൊരു പരിപാടി പ്ലാൻ ചെയ്തതാണ്. അതിനുശേഷം ഇനി എന്താ ചെയ്യേണ്ടത്, അപ്പോഴാണ് വേറൊരു ഓഫർ വരുന്നത്. ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിയിട്ടൊരു വലിയൊരു പടത്തിൻ്റെ ബേസിൽ സംവിധാനം ചെയ്യാൻ പോകുന്ന വേറൊരു ഭാഷയിലുള്ള ഒരു വലിയ ബിഗ് ബഡ്ജറ്റ് ഒരു പടം എഴുതാൻ വേണ്ടി. അപ്പോൾ ഇത് എഴുതി കഴിഞ്ഞാൽ എനിക്ക് സംവിധാനം, അതായത് അങ്ങ് എത്തി അറ്റെത്തി. ഓക്കെ, അത് എഴുതിയതൊരു പോയിന്റ് എഴുതുന്നു, അത് വർക്കാവുന്നില്ല. നമ്മളെ അല്ലാത്ത പല കാരണങ്ങൾ കൊണ്ട് അത് വർക്കാവുന്നില്ല. അതിനിപ്പോഴും ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. അതിനുശേഷം ഇതിൻ്റെ പീക്ക് ഫ്രസ്ട്രേഷൻ നിൽക്കുന്ന സമയത്ത് ഇനി എന്താ ഇപ്പം ചെയ്യേണ്ടതെന്ന് നിൽക്കുമ്പോഴാണ് എന്തെങ്കിലും ഒരു പരിപാടി ബേസിൽ കൊണ്ടുവരും, നമുക്കൊരു പരിപാടി സെറ്റ് ചെയ്യാമെന്ന് പറയും. അപ്പോൾ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ഇൻ്റർ കോളേജ് ഫെസ്റ്റിൻ്റെ ഇടയിലൊക്കെ അപ്പോഴേ ഒരു ഫെസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് വന്ന റിലേറ്റബിൾ ആണ് കോളേജ് പിള്ളേർക്ക് ഐഡിയ അന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പോൾസനും അത് സെയിം ഫെസ്റ്റും കോളേജും അങ്ങനെ ബേസിലും അങ്ങനെ 3 പേരും കൂടി ഒരു കോമൺ ആയിട്ടൊരു ഐഡിയയിൽ വന്ന് അങ്ങനെയാണ് തുടങ്ങുന്നത്. അങ്ങനെ അത്രേ നാളത്തെ ജേണിയുടെ ഒരു എൻഡാണ് അന്ന് ആ തിയേറ്ററിൽ ആ മൊമെൻറ്റിൽ കണ്ടപ്പോൾ. അത് ഞാൻ അവിടെ
സീറ്റിൽ ഇരുന്ന് ഞാൻ താഴെ ആയിരുന്നു. ബിക്കോസ് ഞാൻ മേളിൽ ബേസിൽ വിനീതേട്ടനൊക്കെ മേളിലായിരുന്നു. ഞാൻ താഴെ ഫ്രണ്ടിൽ ഞാനൊരു ടിക്കറ്റ് തലേന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ടിക്കറ്റ് എനിക്ക് മാത്രം, അത് ആരോടും പറഞ്ഞില്ല. ഞാൻ ബുക്ക് ചെയ്ത് ഞാൻ ഫ്രണ്ടിൽ പോയി ആളുകളുടെ ഇടയിൽ സൈഡിൽ ബാക്കിയുള്ള ആരും അറിയും. ഞാൻ അവിടെ ഇരുന്നു സിനിമ കണ്ടു. സിനിമ കണ്ടിട്ട് ചാനലിൽ ബാക്കി എല്ലാ മീഡിയ എല്ലാം മേളിലാണ്. ഞാൻ അവിടെ നിന്ന് മേളിൽ ചെന്ന് അവിടെ ചെന്നാൽ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ എൻ്റെ ഉള്ളിലെന്തോ ആണ് പോയി കെട്ടിപ്പിടിച്ചത്. ഞാനല്ല, വേറെ എന്തോ സംഭവിച്ചത്. ഫസ്റ്റ് ഷോ കാണുന്ന സമയത്തേക്ക് സിനിമയിലെ ഭയങ്കര കിക്ക് പോയിന്റുകളിലൊന്നായിരുന്നു ഈ സെക്കൻഡ് ഹാഫിൽ ഈ സ്പെസിഫിക് വ്യക്തിയുടെ ക്യാമിയോ എന്നുള്ളത്. അതാരും ആ പോയിന്റിൽ എക്സ്പെക്ട് ചെയ്യുന്നില്ലായിരുന്നു. പലരും ആഫ്റ്റർ ഈ പെർട്ടിക്കുലർ പടമാണ് ഇയാളുടെ ഒരു കരിയറിനെ കാണുന്നത്. എന്നാൽ ഇതിന് മുന്നേ പ്ലാൻ ചെയ്യുന്നതും എക്സിക്യൂട്ട് ചെയ്യുന്നതുമായിട്ടുള്ള ക്യാമിയോ ആയിരുന്നു. അതിൻ്റെ ഒരു ഇനീഷ്യൽ ഐഡിയ സമയത്ത് ഇതിനുള്ള ഇമ്പാക്റ്റ് എന്തായിരിക്കുന്ന ഒരു പരിധിവരെ ആലോചന ഉണ്ടാവാം, ഒരു കൺവിക്ഷൻ ഉണ്ടാവാം. പക്ഷെ തിയേറ്ററിൽ അത് കാണുന്നത്, കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ എല്ലായിടത്തും ഫസ്റ്റ് ബൂസ്റ്റിൽ പടത്തിനൊപ്പം തന്നെ പറഞ്ഞിരുന്നത് ഈ ക്യാമിയോയെ കുറിച്ചായിരുന്നു. എന്തായിരുന്നു തിയേറ്ററിൽ കാണുന്ന മൊമെന്റ്? തിയേറ്ററിൽ ആക്ച്വലി നമുക്ക് ഷൂട്ട് കിടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഷൂട്ട് കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് അറിയാം ഈ സീൻ വരുമ്പോൾ തിയേറ്ററിൽ എന്തായാലും ഭയങ്കര അടിപൊളിയായിരിക്കും. പക്ഷേ ഇത് അങ്ങനെ എല്ലാവരും സംഭവിച്ചത്. തിയേറ്ററിൽ നിന്ന് കവിതയിൽ ഇത് കണ്ടപ്പോൾ, അതായത് പിള്ളേരെ ചാടി എഴുന്നേറ്റ് അപ്പം തന്നെ ഫോൺ ചെയ്യണം. പടം കഴിഞ്ഞിട്ടല്ല, അപ്പം തന്നെ ഫോൺ ചെയ്ത് ഈ പടം അങ്ങനെ വിളിച്ച് പറയണത് ആരാണ്, അങ്ങനെ ഞെട്ടിപ്പോയി. ഫുൾ തിയേറ്റർ ക്ലാപ്സ്, അങ്ങനെ പരിപാടി. അപ്പോൾ നമ്മൾ ഒരുപാട് പേര് നമ്മൾ ആലോചിച്ചായിരുന്നു. അപ്പോൾ ആ സമയത്ത് വേറൊരാളായിരുന്നു ചെയ്യാനായിരുന്നു. പിന്നെ അത് വേറൊരു ക്യാമിയും കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ പ്ലാൻ ചെയ്തിട്ട് സഞ്ജു നമ്മൾ ഇടയ്ക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഒരു സ്റ്റേജിൽ കൂടെ. അപ്പൊ പിന്നെ ഇവിടെ എന്തായാലും ഒരു ക്യാമിയോ എലിവേഷൻ ഉണ്ടെങ്കിൽ നല്ലതാണ്. സോ ദാറ്റ് ഒരു പടത്തിന് ഒരു ഹൈ മൂവ്മെന്റ് കിട്ടും എന്നുള്ളത്. സോ അങ്ങനെ വേറൊരാളെ നമ്മൾ കാസ്റ്റ് ചെയ്യാനായിട്ട് ആലോചിച്ചു. ബട്ട് അതിന് ശേഷം കുറച്ചുകൂടി ഫ്രഷ് ആയിട്ടുള്ള ഒരു പരിപാടി ഓപ്ഷനിലേക്ക് വന്നു. അങ്ങനെയാണ് നമ്മൾ അളിയിലേക്ക് എത്തുന്ന അളിയും വരുന്നു, ഇവരോട് സംസാരിക്കുന്നു, എന്താണ് വേണ്ടത്. ഭയങ്കര നമ്മള് കാണുന്ന പോലെ തന്നെയാണ് പുള്ളിയുടെ പരിപാടി. ഭയങ്കര ഈസി ആയിരുന്നു പുള്ളി. പക്ഷേ വിഷ്വലി പ്രസന്റ് ചെയ്യുന്നതിൽ കംപ്ലീറ്റ് അറ്റേറങ്ങ് മാറ്റിയല്ലോ. അതെ. പുള്ളിനെ നമ്മളൊരു ആ കാറിന്റെ എന്താണോ നമ്മൾ കൊടുത്തിരിക്കുന്ന അത് അയാളെ ക്യാരക്ടറിലുണ്ട്. അത് നമ്മളതാണ് ഈ കാറിൽ നമ്മൾ എന്താണോ കാണിച്ചത്, ഇതാണ് ഡൽഹിച്ച്. അപ്പം അതങ്ങോട്ട് പേസ്റ്റ് ചെയ്യാന്നുള്ള മാഷറപ്പം അങ്ങനത്തെ ഒരു ഡ്രസ്സൊക്കെ കൊടുത്ത് മൊത്തം മാറ്റി അതില്. അപ്പൊ അങ്ങനെ ആണ് പുള്ളി. എന്നാ നമ്മള് ആ ലാസ്റ്റില് ഈ പുള്ളി ബ്യൂട്ട് തുറക്കും അതിൻ്റെ അകത്ത് കന്നാസ് ഇരിക്കുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചു, എന്തിനാണ് ഇയാൾക്ക് കന്നാസ്? അപ്പൊ ഇത് എപ്പോഴും പെട്രോൾ തീരും. ഇത്രയും കഷ്ടപ്പെട്ട് ഈ വണ്ടി കൊണ്ട് കിടക്കണം, അയാളുടെ ഒരു അവസ്ഥ ഭയങ്കരമാണ് അല്ലേ. അപ്പൊ അത് പാവപ്പെട്ടൊരു BMW കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഷ്ടപ്പെട്ട് അത് രാവിലെ വന്ന് എന്റെ ഗ്ലാസ് മേടിച്ച് പൊട്ടിച്ച് അത് വൈകിട്ട് ഉച്ചയ്ക്ക് പോയി ശരിയാക്കി അങ്ങനെ ശരിയാക്കിയിട്ടാണ് വന്നത്. അതാണ് EMI യുടെ കാര്യം. കഷ്ടപ്പെടുന്ന ഒരു ആളാണത്. എങ്ങനെയോ കൊണ്ട് നടക്കാണ് പുള്ളി ഇതിൻ്റെ ഒരു ഭാരമായിട്ട്. അപ്പോൾ അത് ഇപ്പം പുള്ളിക്കാരനായിട്ട് സംസാരിക്കുമ്പോൾ നമ്മളിങ്ങനെ പുള്ളി ഇങ്ങനെ ചോദിക്കും, അതാണ് ഓക്കെ ശരി. ബാക്കി പുള്ളിയുടെ പരിപാടികൾ അകത്ത് കയറി കഴിഞ്ഞ് ബാക്കി എല്ലാം യെല്ലോ കളർ വീണ്ടും അതൊക്കെ പുള്ളിയുടെ ഏരിയ. നമ്മള് അത് അന്ന് നൈറ്റ് സീൻ അങ്ങ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ചിരി ഒരാൾ നിൽക്കുമ്പോൾ ഷാനിക്ക നമ്മള് ഓക്കെ റെഡി ടേക്ക്, ഓക്കെ ശരി, ചരിക ഇപ്പൊ ചിരിക്കരുത്, സീരിയസ് ആണ് ഓക്കെ ശരി ഓക്കെ വരുന്നു, വീണ്ടും ഡയലോഗ് അടിക്കുന്നു, ചരിക ചിരിക്കും. അങ്ങനെ കുറെ ടേക്ക് ഇതൊന്ന് രാവിലെ ഇത് തീർന്നപ്പോ ആ കോൺവെർസേഷൻസ് മാത്രം, ഇതിന്റെ അകത്തുള്ള കോൺവെർസേഷൻസ്, അത് അത്രയും സ്പോട്ടിൽ വന്ന കോമഡിയാണ് അതിന്റെ അകത്തുള്ള. നിർത്തണ ചെറുക്ക ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു, കിട്ടില്ല, അടിപൊളി. ഒരു സ്കെയിലപ്പ് ചെയ്ത സിനിമ പ്രസന്റ് ചെയ്യുന്ന സമയത്തേക്ക് ആളുകളെ ഹുക്ക് ചെയ്യുന്നത് എപ്പോഴും 3-4 ഹൈകളായിരിക്കുമല്ലോ. ഇപ്പോൾ ഒരു ഇനീഷ്യൽ ഹുക്ക് ഒരു പോയിന്റ് വരുന്നു, മിഡ് വേയിൽ ഒരു ഹുക്ക്, ഇൻ്റർവെൽ ബ്ലോക്ക്, സെക്കൻഡ് ഹാഫിൽ 1-2 ഹുക്ക്. ഇതിൽ അടിക്കുമ്പോഴാണ് ആളുകൾ കൺവിൻസ്ഡ് ആവുന്നത്, സാറ്റിസ്ഫൈഡ് ആവുന്നത്. സ്പെഷ്യലി അതിരടിയിലെ ഇൻ്റർവെൽ ബ്ലോക്ക്, അതിൽ ഭയങ്കര ഫ്ലേവർഫുൾ കമേഴ്ഷ്യൽ പടത്തിൻ്റെതായിട്ടുള്ള എല്ലാ എലമെൻസും ഉണ്ട്.
അതിൽ പറഞ്ഞ പാരൽ കട്ടുകളുണ്ട്, അതിൽ ബിൽഡപ്പ് സീൻസ് നല്ല രസമുണ്ടായിരുന്നു. വിഷ്വൽ പ്ലാൻ മുതൽ ഷോർട്ട് വിഷ്വൽ അടക്കം അത് ഭയങ്കര എവിഡൻ്റ് ആയിരുന്നു. ഇത് അടിക്കാൻ വേണ്ടി തന്നെ ഇൻ്റർവെൽ സെറ്റ് ചെയ്യുന്നതാണെന്നുള്ളത്. എനിക്ക് അതിനായിട്ട് ചോദിക്കാനുള്ളത്, ഒരു ഇൻ്റർവൽ ബ്ലോക്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഉറപ്പായിട്ട് പല ഓപ്ഷൻസ് ഉണ്ടാവാം. ടെക്സ്റ്റിനപ്പുറത്തേക്ക് വിഷ്വൽ പ്ലാനിനും പല ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ കാണുന്ന ഇൻ്റർവെല്ലിൽ ലോക്ക് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ കട്ട് പോയിന്റുകൾ, ഷോർട്ട് ഡിവിഷൻ, എന്തായിരുന്നു ഇതിൻ്റെ ഇൻ്റർവെൽ ബ്ലോക്കിൻ്റെ കൺസ്ട്രക്ഷൻ, സ്ട്രക്ചറിങ്, ആക്ച്വലി സ്ക്രീൻ പ്ലേ മുമ്പത്തെ ഒരു ഡ്രാഫ്റ്റിൽ ഇൻട്രോൾ ബ്ലോക്ക് അതല്ലായിരുന്നു. ഇൻട്രോൾ ബ്ലോക്ക് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കുറച്ച് ഇപ്പോഴത്തെ സിനിമയിലെ ബ്ലോക്ക് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട്. അതായിരുന്നു ഫസ്റ്റ് ഇൻട്രോവൽ ബ്ലോക്ക് വെക്കാമെന്ന് വിചാരിച്ചിരുന്നു. ബട്ട് എന്ത് പറ്റുന്നത്, സെക്കൻഡ് ഹാഫിൽ പിന്നെ കോൺഫ്ലിക്റ്റ് കുറവായിട്ട് ഫീൽ ചെയ്യും എന്നുള്ളതുകൊണ്ട് നമ്മൾ പിന്നെ ഇത് ഇൻട്രോവൽ ബ്ലോക്ക് ആക്കി. ഓക്കെ, അപ്പോൾ ഇതിൽ ഇനിഷ്യൽ സ്റ്റേജിൽ പോലീസ് സ്റ്റേഷൻ സീൻ ആൻഡ് ഹോസ്പിറ്റൽ, ഇത് രണ്ട് സീനായിരുന്നു. അത് ഷൂട്ട് നടക്കുന്ന ടൈമിലാണ് അത് മാറ്റിയത്. അത് മാറ്റിയിട്ട് അത് ഇന്റർകട്ട് ആക്കിയത്. രണ്ടും കൂടി എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഐഡിയ ചെയ്തതും പയ്യെ നമ്മൾ അതിന് ശേഷം അതിന് മുമ്പായിട്ട് ഈ പുള്ളിയുടെ ക്യാരക്ടർ റിവീൽ ചെയ്യാതെ നമ്മളിങ്ങനെ ഹൈഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ആ ഷൂട്ടിംഗ് ടൈമിലാണ് നമ്മളതിങ്ങനെ ഇന്റർകട്ട് ചെയ്ത് ഇങ്ങനെ ഒരു പരിപാടി പിടിക്കാം എന്നുള്ളൊരു തോട്ട് പ്രോസസ് ഷൂട്ട് നടന്നുകൊണ്ടിരുന്നപ്പോൾ തോന്നിയതാണ്. അങ്ങനെയാണ് അത് ചെയ്തത്. ഭയങ്കര വർക്കാവുന്ന മാസ് കമേഴ്ഷ്യൽ എൻ്റർടൈൻമെൻറ്റ് പറഞ്ഞ സിനിമകൾക്ക് എല്ലാത്തിൻ്റെ ഒരു ഫോർമുലയിൽ ക്ലീഷേ ഉണ്ടാവുമല്ലോ. കാരണം ആളുകൾ ഒരുപാട് യൂസ്ഡ് ആയി, ആളുകൾക്ക് അറിയാവുന്ന സ്ഥലങ്ങളിൽ മൊമെൻ്റ് ഉണ്ടാക്കുമ്പോഴാണ് ഇവർ കൂടുതൽ കൈയടിക്കുന്നത്, അവിടെ ഒരു എറപ്ഷൻ സംഭവിക്കുന്നത് തിയേറ്ററിൽ. അതിരടി സെറ്റ് ചെയ്യുന്ന സമയത്തേക്ക് എന്തായാലും ഒരു ഫോർമുല സെറ്റിംഗ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നായകൻ വരണം, നായകൻ വീഴണം, ഈ പ്രതിനായകൻ വരണം, ഇവർ തമ്മിലുള്ള ഈ പറഞ്ഞ കെയോസ് വർക്കൗട്ട് ചെയ്യണം, ലാസ്റ്റ് ഒരാൾ ജയിക്കണം. ഇതിൻ്റെ ഒരു സ്ട്രക്ചറിങ് ഒപ്പം മുന്നേ ആവർത്തി കണ്ട പല സിനിമകളുടെ ഫ്ലേവേഴ്സ് വന്നെന്ന് വരാം. അവിടെ ഇതിനെ ഫ്രഷ് ആക്കുന്നത്, അത് ഈവൻ ഫ്രം ഇതിൻ്റെ ഇനീഷ്യൽ ഐഡിയ, എഴുത്ത്, മേക്കിങ്ങിൽ വരുമ്പോഴത്തേക്കും വിഷ്വൽ പ്ലാനിങ്, എല്ലാ തരത്തിലും അതിരടിയെ എക്സ്പ്ലോർ ചെയ്തത് എങ്ങനെയാണ്, ഇതിൽ പരമാവധി ഈ പറഞ്ഞ മൊമെൻ്റ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ എങ്ങനെയായിരുന്നു? നേരത്തെ പറഞ്ഞ പോലെ ഞാൻ മാറിവാരിസിലോ പഠിച്ചത്. മാറിവാരിസ് ബെസേലിസിൽ പഠിച്ചിട്ടുണ്ട് എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്തില്ല, വിസ്കോ പഠിച്ചു. അപ്പോൾ ആ സമയത്ത് നമ്മളെ കോളേജിൽ ഫെസ്റ്റ് ഉണ്ടായിരുന്നു, ഇവാനോ ഫെസ്റ്റ് ഉണ്ടായിരുന്നു. ഇവാനോ ഫെസ്റ്റ് നടക്കുന്ന സമയത്ത് ഒരുപാട് കോമഡി നമ്മൾ കാണാം. ഇതൊക്കെ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു സിനിമയ്ക്കുള്ള കഥ. നമ്മൾ കോളേജ് പഠിക്കുന്ന സമയത്ത് ഇടയ്ക്ക് പറയല്ലോ, ഇവിടെ ഇതൊക്കെ ഒരു സിനിമയ്ക്കുള്ള കഥ ഇതൊക്കെ പറഞ്ഞ് ഒരു അങ്ങനെ കുറേ മൊമെന്റുകൾ ഇങ്ങനെ ഉണ്ടായിരുന്നു കോളേജിൽ. അപ്പോൾ അപ്പോഴേ ഇതിങ്ങനെ ഐഡിയ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അകം ബാൻഡാണ് അന്ന് നമ്മളെ കോളേജിൽ പെർഫോമയ്ക്ക് വന്നത്. അപ്പോൾ അവരെ ഇങ്ങനെ ഞാനാണ് അവരെ എയർപോർട്ടിൽ നിന്ന് അവരെ പിക്ക് ചെയ്തോട്ട്, എന്നിട്ട് ഇങ്ങനെ ഇവരെങ്ങനെ കൊണ്ടുപോകണമല്ലോ. ഇപ്പോൾ ഇടയ്ക്കൊക്കെ നിർത്താൻ നേരത്തെ എനിക്ക് ടെൻഷനാണ്, ഇവർക്ക് എന്തെങ്കിലും പറ്റിക്കുകയാണ്. അപ്പോൾ ആ ടെൻഷനിങ്ങനെ കൊണ്ടുവരുന്നത്, ഇവരെങ്ങനെ നല്ലോണം നോക്കണം. അപ്പോഴൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ഇവരെയൊക്കെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ആവുന്നൊക്കെയുള്ള അപ്പോഴേ ഇതിങ്ങനെ മൈൻഡിൽ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അതിനുശേഷം എന്തായാലും ഒരു കോളേജ് പടം ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഉണ്ട് ഓൾറെഡി. ദെൻ മിന്നൽ മുരളി കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ ബേസിൽ ഡയറക്റ്റ് ചെയ്യുന്ന പടം, അതിൻ്റെ ഡിസ്കഷൻ പരിപാടി നിൽക്കുന്ന സമയത്ത് പോൾസണായിട്ട് ഇങ്ങനെ ഒരു കോളേജിൻ്റെ ഒരു പരിപാടി, അത് കൊല്ലം മൺട്രോ ഐലൻഡ് വെച്ച് പൊന്മാൻ്റെ ഷൂട്ട് നടക്കുന്ന സമയത്താണ് ബേസിലായിട്ട് മറ്റേ പടത്തിൻ്റെ ഡിസ്കഷൻ നടക്കുമ്പോൾ ഈ ഐഡിയ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇത് പിടിക്കാം. അപ്പം പോൾസൺ ആക്ച്വലി അവൻ്റെ കോളേജിൽ ഇത് സെയിം റിലേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഉള്ളൊരു ഐഡിയയിലെത്തി നമ്മൾ. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രഷ്നസ് ഉണ്ട്, അതായത് കോളേജ് ഫെസ്റ്റ് എന്ന് പറയുന്ന ഒരു പരിപാടി. അപ്പോൾ ആലോചിച്ചെന്ന് പറയുന്നത് റെഗുലർ ആയിട്ടുള്ള ക്ലാസ് റൂം സീൻസ്, അല്ലെങ്കിൽ ഹോസ്റ്റൽ സീൻസ്, അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ വന്ന് പിന്നെ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ മൊത്തം പടത്തിൽ ലാസ്റ്റ് ഫെയർവെൽ, അങ്ങനെയുള്ളൊരു ജേണി പരിപാടി അല്ലാതെ ഒരു 3 ദിവസത്തെ കഥ അല്ലെങ്കിൽ ഒരു 2 ദിവസത്തെ കോളേജ് സ്റ്റോറി അങ്ങനെ പിടിച്ചു. ഒരു ഇവന്റ് മാത്രം വെച്ചിട്ട് അങ്ങനെ ഒരു പരിപാടി, ഒരു 2 ദിവസത്തെ ഒരു ഫെസ്റ്റിൻ്റെ ഇടയിലുള്ളൊരു കോൺഫ്ലിക്റ്റ്, അങ്ങനെ തുടങ്ങണം. അപ്പോഴാണ് വേറെ കോളേജിലെ ഇൻസിഡൻറ്റ്സ് എല്ലാവരും നമ്മുടെ അടുത്ത് ഇതിൽ ക്ലബ് ചെയ്ത് ഇതിലൊരു ഇമോഷണൽ ട്രാക്ക് നമ്മൾ ബിൽഡ് ചെയ്ത്. ഇനി കുട്ടനിലേക്ക് വരാം. എൻ്റെ ഇതിൽ അഭിനയിച്ചിട്ടുള്ള വടി അവരൊക്കെ എൻ്റെ കൂടെ ഇവാനിസ് പഠിച്ചവരാണ്. അപ്പോൾ ഈ വടിയുടെ വീട്ടിൻ്റെ അടുത്ത് വടിയുടെ നമ്മൾ പോകാറുണ്ട്, കാട്ടാക്കടയിലാണ്. അപ്പോൾ അവിടെ പുള്ളി ഇങ്ങനെ പറയും, അവിടുത്തെ കുറേ ചേട്ടന്മാരെ കുറിച്ച് പുള്ളി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഥകൾ. അപ്പോൾ പുള്ളി ഇങ്ങനെ പറഞ്ഞു, അവിടെ ഒരു ചേട്ടനുണ്ട് ഭയങ്കര പാട്ടുകാരനാണ്, പക്ഷേ പുള്ളി ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ സ്റ്റേജിൽ ആരെങ്കിലും കൂവുകയാണെങ്കിൽ
പുള്ളി നോക്കി വെച്ചിട്ട് പാട്ട് എഴുതി പേടിക്കും. അത് കൊള്ളാമല്ലോ. അയാൾക്ക് കുറേ കേസുണ്ട് പുള്ളിയുടെ പേരിൽ, ഇടയ്ക്ക് ജയിലിലായിരുന്നു. പക്ഷെ കിടിലം പാട്ട്, ജയിലിൻ്റെ അകത്ത് കുറേ പാട്ടുകൾ ഇങ്ങനെ. അപ്പോൾ അത് ഉഗ്രൻ ക്യാരക്ടർ. ഞാൻ അന്നേ അതിങ്ങനെ ആ ക്യാരക്ടറിൻ്റെ എങ്ങനെയെങ്കിലും അത് യൂസ് ചെയ്യണമെന്ന് ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വേറൊരു കഥയായിട്ട് സെപ്പറേറ്റ് ഒരു സിനിമ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ഗാനം കൊണ്ടാന്ന് പറയുന്ന ടൈറ്റിൽ ചെയ്യാനായിട്ടൊരു പ്ലാനിങ്ങിന് ഐഡിയ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കോളേജിൻ്റെ പരിപാടിയിൽ നമ്മളൊരു കോൺഫ്ലിക്റ്റ് ബിൽഡ് ചെയ്യണമല്ലോ. അപ്പോൾ ആദ്യത്തെ ഇനീഷ്യൽ സ്ക്രീൻ പ്ലേ സ്ട്രക്ചറിൽ വേറൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ ടോവി ചെയ്ത ക്യാരക്ടർ ലാസ്റ്റ് വരുന്ന പോലെ പ്ലാൻ ചെയ്തു. പിന്നെ അത് അങ്ങോട്ട് ശരിയായില്ല, കുറേ നാൾ വർക്ക് ചെയ്തിട്ട് നമ്മൾ പിന്നെ ഈ ടോവിയുടെ ക്യാരക്ടറിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കയറ്റി ഫുള്ള് വർക്ക് ചെയ്ത് റീവർക്ക്. അങ്ങനെയാണ് ഈ ഒരു അപ്പോൾ കോളേജിൻ്റെ പരിപാടി ആലോചിച്ചിട്ട് എന്തായാലും ഒരു കോൺഫ്ലിക്റ്റ് വേണമെന്നുള്ളൊരു ഐഡിയ നമുക്ക് ഉണ്ടായിരുന്നു. അതിന് നേരെ കോൺട്രാസ്റ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു ഇത് വന്നാലാണ് നമുക്കൊരു കട്ട് ബാക്ക് പോകാനുള്ളൊരു സ്പേസ് ഉള്ളൂ. ഈ കോളേജ് മാത്രം കാണിക്കാൻ നമുക്ക് വേറൊരു, എന്നാൽ ഇത് എല്ലാ ആളുകൾക്ക് റിലേറ്റ് ആവണമെന്നുള്ളൊരു കാര്യം ഉണ്ടല്ലോ. ഇത്രയും ഹാപ്പി ആയിട്ട് ആരും സംസാരിക്കുമ്പോൾ ഉറപ്പായിട്ടും സച്ചിയേട്ടനെ വേണ്ടി സംസാരിക്കണം തോന്നുന്നു. ഇതിന് ഈ പറഞ്ഞ ഈ അസിസ്റ്റന്റ് ഡയറക്ടറായി തുടങ്ങാമെന്നുള്ള തീരുമാനം അവിടെ നിന്ന് ചെന്നെത്തുന്നത് സച്ചിയേട്ടൻ്റെ അടുത്താണ്. ഈ പറഞ്ഞ അനാക്കിരിയിൽ വർക്ക് ചെയ്യുന്നത് ഉറപ്പായിട്ടും ജെം ഓഫ് മനുഷ്യനാണെന്നറിയാം. ഈ ലൈഫിൽ സച്ചിയേട്ടൻ്റെ ഇൻഫ്ലുവൻസ് എന്താണ്? ഇൻഫ്ലുവൻസിനൊക്കെ അപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും ഒരു തവണ ഓർക്കുമായിരിക്കുമല്ലോ എന്തെങ്കിലും മൊമെൻറ്റിൽ. സച്ചിയേട്ടൻ എങ്ങനെയാണ് ലൈഫിൻ്റെ പാർട്ടായിട്ട് ഇപ്പോഴുള്ളത്? ഞാൻ ഷോർട്ട് ഫിലിം ചെയ്യുന്ന സമയത്താണ് ജയൻ നമ്പ്യാരെ പരിചയപ്പെട്ടത്. പുള്ളിയെടുത്ത് ഞാൻ ഷോർട്ട് ഫിലിം കാണിച്ചു. ഞാൻ പറഞ്ഞു, എടാ ഞാൻ ഏതെങ്കിലും ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യാം, നീ ഒന്ന് വെയിറ്റ് ചെയ്യും, കുറച്ചാൾ വെയിറ്റ് ചെയ്യുന്നു. അപ്പോഴാണ് എടാ സനാർക്കലിയിലൊരു ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞു, സെക്കൻഡ് ഷെഡ്യൂൾ ആയപ്പോൾ അവിടെ ഒരു സ്പേസ് വന്നിട്ടുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നീ ഒരു എക്സ്പീരിയൻസ്ഡ് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വേണം നിൽക്കാൻ. അങ്ങനെയാണ് ഞാനിവിടെ പ്രസന്റ് ചെയ്തിരുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ എക്സ്പീരിയൻസ്ഡ് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സുമായിട്ടൊക്കെ സംസാരിച്ചു. ചേട്ടാ, ഈ എക്സ്പീരിയൻസ്ഡ് അസിസ്റ്റന്റ് ഡയറക്ടർ നമ്മൾ എങ്ങനെയാണ് നിൽക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ ഞാൻ കുറേ പേരുടെ ചോദിച്ചു. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെയാണ് സച്ചിനെ കാണുന്നത്. സച്ചിനെ കണ്ട ആദ്യം തന്നെ നമ്മൾ ചെല്ലുന്ന ഒരു ചേട്ടൻ്റെ വില്ലയിലാണ്. തുറന്ന ഡോറുകൾ, തുറന്ന ജനലുകളാണ്. അത് തന്നെയാണ് പുള്ളി. അവിടെ ഡോർ തുറന്നു കിടക്കുന്നു, അകത്ത് കയറുന്നു, വാടാ ഇരിക്കും, സ്ക്രിപ്റ്റ് വായിച്ചിട്ട് വളരെ നമുക്ക് എപ്പോഴും ഏത് രാത്രിയിലും നമുക്ക് പോയി എപ്പോൾ വേണം ഫോൺ ചെയ്താലും സംസാരിക്കും. ഇങ്ങനെ ഒരു മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും കംഫർട്ടബിളായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരാളെ കണ്ടിട്ടില്ല. അത് ഭയങ്കര, നമ്മളങ്ങനെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടോ അങ്ങനെയൊന്നും അല്ല സച്ചിയേട്ടൻ. നമ്മൾ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഇപ്പോൾ എന്തെങ്കിലും ഒരു അന്ന് അനാർക്കലി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഏതൊരു ഷോട്ടിൻ്റെ ഒരു ഡൗട്ടിൽ ഞാൻ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ പുള്ളി അത് ശരിയാണ് അരുണേ പറഞ്ഞത്, അങ്ങനെയാണ് അതിനെ, അല്ലാതെ വേറൊരു രീതിയിൽ അത് അങ്ങനെ പുള്ളിയാണ് പുള്ളി. അപ്പോൾ സച്ചിയേട്ടൻ്റെ കൂടെയുള്ള ഡേയ്സ് നമുക്ക് സച്ചിൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ കോൺഫ്ലിക്റ്റുമായിട്ടുള്ള സ്ക്രിപ്റ്റിൻ്റെ അകത്തുള്ള ക്യാരക്ടറൈസേഷൻ്റെ കാര്യമൊക്കെ പുള്ളി ഇങ്ങനെ പറയാറുണ്ട്. പുള്ളി റിയൽ ലൈഫിലുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് പുള്ളി എടുക്കാറുള്ളത്. പുള്ളി VK എൻ്റെ വലിയ ഫാനാണ്. പുള്ളി അത് വായിക്കാൻ പറയാറുണ്ട്. പുള്ളി ഞാൻ അവസാനം പുള്ളിയുടെ വീട്ടിൽ പോയപ്പോൾ, ചേട്ടൻ്റെ മുറിക്കകത്ത് പോയപ്പോൾ അവിടെ ഒരു ഫയലുണ്ട്. ഫയലിൻ്റെ അകത്ത് ചേട്ടൻ എഴുതി തുടങ്ങിയിരുന്നു സ്ക്രീൻ പ്ലേ. വിലായത്ത് ബുദ്ധ ആദ്യത്തെ സീൻ എഴുതി പേന അവിടെ വെച്ച ഫയൽ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ അവസാനമായിട്ട് എനിക്ക് ഭയങ്കര ഒരു വിഷമമായിട്ട് തോന്നി. സച്ചേട്ടൻ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് സന്തോഷമായേനെ അതിനിടയിൽ കണ്ടിരുന്നപ്പോൾ. സിനിമ കാണുന്ന സമയത്ത് ഭയങ്കര ഇമോഷണലി ഹുക്കാക്കിയ പ്രധാനപ്പെട്ട മൊമെൻറ്റുകളിലെല്ലാം വിഷ്ണു അഗസ്ത്യയുടെ ജോപ്പൻ്റെ ക്യാരക്ടറിൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ ഫസ്റ്റ് സീക്വൻസ് മുതൽ ഈ റേഡിയോ പ്ലേ നടക്കുന്ന ഏരിയ, ലൈക്ക് റേഡിയോ പരിപാടിയുടെ ഏരിയയിൽ ഒക്കെ ഇയാളുടെ പ്രസൻസ് അവിടെയുണ്ട്, വിസിബിളി ഓർ ഇൻവിസിബിളി. എനിക്ക് പേഴ്സണലി ഭയങ്കര കണക്റ്റായ മൊമെൻറ്റുകളിലൊന്ന് വിഷ്ണു അഗസ്ത്യയുടെ ക്യാരക്ടറും അയാളുടെ ബാക്ക് സ്റ്റോറിയും അയാളുടെ ആർക്കും ഇത്രയും മറ്റേ 100 ഹൈന്ന് ഇയാൾ 0-100 ഹൈ ഇത് ലോയിലോട്ട് മാറുന്നതൊക്കെ ഭയങ്കര ഇമോഷണലി ഹുക്ക് ചെയ്തതായിരുന്നു. കാസ്റ്റിംഗ് വിഷ്ണു അഗസ്ത്യ, അതിനൊക്കെ മുകളിൽ ഈ ജോപ്പ് എന്നുള്ള ക്യാരക്ടറിൻ്റെ സ്ട്രക്ചറിങ്. കാരണം അത് അത്ര എളുപ്പമല്ലല്ലോ, ഇത്രയും പെയിനും കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യൻ, അതും ട്രോമ ഫ്രം അയാളുടെ കോളേജ് ലൈഫ്. എന്താ ജോപ്പൻ്റെ ഒരു ഇതേ സമയത്ത് എനിക്ക് ബോൾസൺ ഒരുപാട് ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ്. അങ്ങനൊരു കിസാറ്റിൽ ഇൻസിഡൻറ്റ്. ഇപ്പം നമ്മൾ മുമ്പ് ബേസിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പടത്തിൻ്റെ എഴുത്ത് നടക്കുന്നത് കിസാറ്റിൻ്റെ കുറച്ചൊരു 1 കിലോമീറ്റർ അപ്പുറത്തൊരു വീട്ടിലാണ് നമ്മൾ എഴുത്ത് നടക്കുന്നത്. സോ
നമ്മൾ ഈ ഐഡിയ ഡിസ്കസ് ചെയ്തതിൻ്റെ ഒരു ഗ്രാജുവൽ സ്റ്റേജിലൊക്കെ നമ്മൾ ഈ ക്യുസാറ്റിലൊക്കെ പോയി അവിടെ ഇങ്ങനെ നടന്ന് അവിടുത്തെ പിള്ളേരായിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ലൈക്ക് ഇതിനൊക്കെ ആരെങ്കിലും ഒരാൾ മേ ബി അറിയാതെ എന്തെങ്കിലും നിങ്ങളകത്ത് കയറിയിരിക്കുന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ ഒരാളുണ്ടെങ്കിൽ അയാൾ കടന്നുപോയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ എന്തായിരിക്കും എന്നുള്ളൊരു അങ്ങനെ ആലോചിച്ച് തുടങ്ങിയാണ് ചേട്ടൻ്റെ ക്യാരക്ടർ നമ്മൾ ബിൽഡ് ചെയ്തെടുത്തത്. സോ ഈ തുടക്കത്തിലെ ഈ ഇൻസിഡൻറ്റ് പുള്ളീനെ പറഞ്ഞ പോലെ പുള്ളിയാണോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ആ കീ എടുത്ത് തുറന്നു എന്നുള്ള ഒരു പരിപാടിയാണ് ചെയ്തത്. അതിനുശേഷം പുള്ളി അവിടെ നിന്ന് പോവുകയാണല്ലോ ചെയ്തത്. പോയി പുള്ളി നാട്ടിലേക്ക് വരുന്നുണ്ട്, പുള്ളി ഇടയ്ക്കൊക്കെ വരാറുണ്ട്. പക്ഷെ പുള്ളിക്ക് ആ പഴയ ജോപ്പനാവാൻ പറ്റുന്നില്ല. പുള്ളി ഭയങ്കര ഹാപ്പി. അത് ആ ഫ്ലാഷ് കട്ടിൽ നമ്മൾ കാണിക്കുന്നുണ്ട് ചേട്ടനും അനിയനായിട്ടുള്ള ഒരു പരിപാടി എന്താണെന്ന്. എന്നാൽ സാങ്കുട്ടിക്കാണെങ്കിൽ ചേട്ടനില്ലാതെ വീട്ടിൽ അമ്മ ഇല്ലാത്ത അങ്ങനെ വളർന്ന പിള്ളേരാണ്. അപ്പോൾ സാങ്കുട്ടിക്ക് എപ്പോഴും ചേട്ടൻ തന്നെയാണ് സപ്പോർട്ട്. ഈ ജോപ്പൻ നമ്മൾ ആദ്യത്തെ സീനിൽ കാണിക്കും ഭയങ്കര ഹാപ്പി ആയിട്ടൊരു ആളായിട്ടാണ്. പിന്നെ നമ്മൾ പുള്ളീനെ കാണിക്കുന്നത് പുള്ളി ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയിലാണ്. അപ്പോൾ പുള്ളിക്ക് മൊത്തത്തിൽ പോയി എന്നാൽ നമ്മൾ ഈ കള്ളുകൂടി പരിപാടി അങ്ങനെയൊന്നും നമ്മൾ കാണിക്കുന്നില്ല. പുള്ളി കുറച്ച് മെന്റലി അങ്ങനെ ഡൗൺ ആയിട്ട് സമയത്ത് ആ മാഗസിൻ പ്രകാശനം തിരിച്ച് വരുന്നു. അപ്പോൾ അങ്ങനെ പുള്ളിയുടെ വേറെ കുറച്ച് സീനുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊന്ന് ടോൺ ചെയ്ത് ഇതിലോട്ട് എത്തിയാണ് പുള്ളി ഈ പറഞ്ഞ പോലെ കോളേജിലേക്ക് തിരിച്ച് എങ്ങനെ കൊണ്ടുവരും എന്നുള്ളൊരു ഐഡിയയിലാണ് നമ്മൾ മാഗസീൻ. എന്തുകൊണ്ട് മെറിന്റെ അച്ഛൻ വിളിച്ചു കഴിഞ്ഞാൽ എന്തായാലും പുള്ളി വരാതിരിക്കാൻ പറ്റില്ല. അതെന്തായാലും വരും. അല്ല ഇവൻ വിളിച്ചു കഴിഞ്ഞാൽ എന്തായാലും വരും. അപ്പൊ പിന്നെ മെറിന്റെ അച്ഛൻ വിളിച്ചു കഴിഞ്ഞാൽ പുള്ളി ഡിലമേലോ അങ്ങനെ ലാസ്റ്റ് പുള്ളി വരുന്നു. അപ്പൊ ആ സമയത്താണ് പുള്ളിയുടെ സാങ്കുട്ടിന്റെ പരിപാടി നടക്കുമോ ഇല്ല എന്നുള്ള പ്രശ്നത്തിൽ സാങ്കുട്ടി നിൽക്കുന്നത്. അപ്പൊ അതിൽ വരുമ്പോൾ ഈ പറഞ്ഞ അഗൈൻ ഈ റേഡിയോയിലുള്ള അത് ഒരുപാട് നമ്മൾ പോൾസനായിട്ട് നമ്മൾ ഒരുപാട് ഡിസ്കഷൻ സ്റ്റേജിൽ പോയതാണ്. അതായത് എങ്ങനെ ഈ സാങ്കുട്ടീനെ ഈ ടൈമിൽ ഇത് ഇതുവരെ കാണാത്ത രീതി പിടിക്കണം. അല്ലാതെ എന്ന് വെച്ചാൽ ഒരാള് വന്ന് അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പൾ വന്ന് മോനെ നീ ഇങ്ങനെ നടന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു ഇവൻ ഇനി തളർന്നിരിക്കുന്ന സാങ്കുട്ടി ഇനി അവിടെ നിന്ന് എന്തെങ്കിലും ഒന്ന് എണീക്കണമെങ്കിൽ അത് ചേട്ടനെ ആണ് ഏറ്റവും ബെറ്റർ. ചേട്ടനല്ലാതെ പിന്നെ ആരും എന്ന് പറഞ്ഞിട്ടും സ്വാതി എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ പരസ്യം എന്ന് പറഞ്ഞാൽ പോലും എനിക്ക് നമുക്കിത് ചെയ്യാം, അത് അങ്ങ് ഇമ്പാക്ട് ചെയ്യില്ല. ചേട്ടന് വേണ്ടിയാണ് അവൻ ഇത് ചെയ്യുന്നത്. ചേട്ടൻ്റെ മുഖത്ത് ചിരി കാണാനാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ചേട്ടൻ തന്നെ വേണം അത് അവനെ അവിടെ നിന്ന് എണീപ്പിക്കാൻ. അപ്പോൾ നമ്മൾ കുറേ ആലോചിച്ചിട്ടാണ് ഈ കോളേജ് റേഡിയോയുടെ പഴയ അത് ലോഗോ ആയിട്ട് കണക്ട് ചെയ്ത് ലോഗോ അങ്ങനെ ആദ്യം പോലും നമ്മൾ ലോഗോ അങ്ങനെ വിളിച്ചിട്ട് അങ്ങനെ ലോഗോ പക്ഷിയുടെ ലോഗോ പുള്ളിയുടെ ടീഷർട്ടിലുണ്ട് ഫുൾ സെക്കൻഡ് ഹാഫ്. അപ്പൊ അങ്ങനെ പുള്ളി അവിടെ നിന്നിട്ട് അതേ സമയത്ത് ഇന്റർകട്ടിൽ അത് ചമൻ പരിപാടിയാണ്. നമ്മൾ സ്ക്രിപ്റ്റിൽ അങ്ങനെയല്ലായിരുന്നു, സീനായിട്ടായിരുന്നു. ചമനത്ത് ഇന്റർകട്ട് ചെയ്ത് വരുന്ന സീൻ ഇന്റർകട്ട് ചെയ്ത് അതിനെ മൊത്തത്തിൽ വിഷ്ണുവിന്റെ സൈഡിൽ നിന്ന് മ്യൂസിക്കിൽ എലിവേറ്റ് ചെയ്ത് അതിനങ്ങനെ ഒരു പരിപാടിയിലെത്തിയത്. പിന്നെ അതിന്റെ കൺക്ലൂഷൻ ഇവർ ആ സ്റ്റേജിൽ രണ്ടുപേരും കാണുന്ന സമയത്ത് ഇവരുടെ ആ ലുക്കിൽ നമ്മളത് കൺക്ലൂഡ് ചെയ്തു. ഇവര് പ്രശ്നം വട്ടവർ ഇറ്റ് ഈസ് സോൾവ്. അവസാനം ജോപ്പൻ ചിരിക്കുന്നുണ്ട്. ആ ചിരി നമ്മൾ ഫസ്റ്റ് ബൈക്കിൽ ഇവർ പോയ ആ ചിരിയാണ് അവസാനം. ആ ചിരി ഇവർ രണ്ടുപേരും ചിരിക്കുന്ന സമയത്ത് അവിടെ ലിറിക്സിൽ ചിരികളെല്ലാം മാറി സോങ്ങിലൂടെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ അത് പിടിച്ച് പരിപാടി സെറ്റ് ചെയ്ത് അത് ലാസ്റ്റ് സാങ്കുട്ടി ചേട്ടൻ ചിരിക്കുന്നത് സാങ്കുട്ടി നോക്കുമ്പോൾ സാങ്കുട്ടിയുടെ കണ്ണ് നിറയുന്നുണ്ട്. സോ അതാണ് ദ എൻഡ്. പുള്ളിക്ക് വേണ്ടിയിരുന്നത് അത് തന്നെയായിരുന്നു. പുള്ളിയുടെ ഒരു ക്ലോഷർ പോയിന്റ് അവിടെ. ഈ ആദ്യ സിനിമ സംവിധാനം ചെയ്യുന്ന സമയത്തേക്ക് അതിലൊരു ഹെർക്കുലൈൻ ടാസ്കും എന്നാൽ അച്ചീവ് ചെയ്താൽ ഏറ്റവും രസമായിട്ട് കരിയറിന് കിട്ടാവുന്ന ഇഗ്നിഷനുമാണ് ഇത്രയും വലിയ സിനിമ എടുക്കുക എന്നുള്ളത്. ഇത്രയും അധികം ആളുകളെ ഒരുമിച്ച് വെച്ച് ഷൂട്ട് ചെയ്യുക എന്നുള്ളത്. അത് ഫ്രം സ്റ്റാമ്പേഡ് മുതൽ ക്ലൈമാക്സിലെ കൺസേർട്ട് വരെ അത്രയും ആളുകളാണ് സ്ക്രീൻ നിറഞ്ഞു നിൽക്കുന്നത്. അതായത് മേക്കിംഗ് എ സിനിമ വിത്ത് ഇത്രയും വലിയ സ്കെയിലും ഇത്രയും അധികം ആർട്ടിസ്റ്റുകളും, അത് ശരിക്ക് ലൈഫ് ടൈം എക്സ്പീരിയൻസ് മൊമെന്റ്. ഏത് ഉറക്കത്തിൽ വിളിച്ച് കഴിഞ്ഞിട്ടാലും 12-ാം ദിവസം മോർണിംഗ് ഷോട്ട് എടുക്കുമ്പോൾ ഞാൻ ഇത്ര ആൾക്കാരെ ഷൂട്ട് ചെയ്യുന്ന പറയാൻ പാകത്തിലുള്ള മെമ്മറിയും കൂടിയല്ലേ. നേരത്തെ പറഞ്ഞ പോലെ കുറേ വർഷം സ്ട്രഗിൾ ചെയ്തിട്ടാണല്ലോ അവസാനം ദർശനിലേക്ക് എത്തുന്നത്. അപ്പൊ ആ എത്തുന്ന സമയത്ത് ഇപ്പൊ സമീർക്ക പ്രൊഡക്ഷന്റെ സൈഡ് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് എടാ
ഒരു വലിയ പരിപാടിയാണ്, ഇത്രയും ക്രൗഡൊക്കെയാണ് വരാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ എനിക്കവിടെ പിന്നെ ഓക്കെയാണ് നമ്മൾ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് എണീറ്റിട്ട് തിരിഞ്ഞിട്ട് ഇത് എനിക്ക് എന്നിട്ട് ഇവരെ കാണിക്കുമ്പോൾ ഓക്കെ എല്ലാം കൂൾ. എൻ്റെ ADs, ഡയറക്ഷൻ ടീം, സോഹില, അസോസിയേറ്റ് എല്ലായിടത്തും നമ്മൾ പൊളിക്കുന്നു. തിരിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ടെൻഷൻ എടുത്ത് കാരണം ഇത് ഇത്രയും ആളുകൾ. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നമുക്ക് ഈ പറഞ്ഞ 1000-2000 ക്രൗഡ് പറ്റില്ല. നമുക്ക് ഒരു ദിവസം കിട്ടും. ഒരു ദിവസം നമുക്ക് ചിലപ്പോൾ ഒരു 1000 ജൂനിയേഴ്സ് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഒരു ദിവസം ഈ 1000 ജൂനിയേഴ്സിന് വേണ്ടിയുള്ള മാത്രം ഷോട്ടുകൾ നമ്മൾ മാർക്ക് ചെയ്തിട്ട് അത് മാത്രം നമ്മൾ ആ ഒരു ദിവസത്തേക്ക് എടുക്കും. എന്നിട്ട് നമ്മൾ ഇനി ഇതിൻ്റെ ചെറിയ ചെറിയ ഡയലോഗും പരിപാടി അടുത്ത ദിവസം ചിലപ്പോൾ നേരെ 50 ആയിരിക്കും, 50 ഓക്കെ അടുത്ത ദിവസം 50 ആണ്. അപ്പോൾ അത് നേരെ കട്ട് ചെയ്തിട്ട് ബാക്കി 20 പേര് വെച്ച് ആ സെയിം സീനിൻ്റെ ബാക്കി നമ്മൾ പ്ലാൻ ചെയ്തിട്ട് പ്രോപ്പർ പ്രീ പ്രൊഡക്ഷനിലാണ് ഇത് വർക്കായിരിക്കുന്നത്. നമ്മൾ ആ റാലി ദ ഹോൾ റാലി സീൻ ആക്ച്വലി 6 ഡേയ്സിലാണ് 1000 അല്ല ഒരു ദിവസം മാത്രമേ 800-1000 അടുപ്പിച്ച ആളുണ്ടായിരുന്നു. ബാക്കി എല്ലാ ദിവസവും 100 പേര് 150 പേര് വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ക്ലോസ് ചെയ്ത് അങ്ങനെ പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്താണ്. ഈ പറയുന്ന ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് പറയുന്നുണ്ട് ക്ലൈമാക്സിൽ ഒരു 2000 പേര്, ഞാൻ ഇങ്ങനെ വെറും ക്ലൈമാക്സിൽ ഒരു 2000 പേര് വേണം എങ്കിലേ ഒരു പരിപാടി. അപ്പൊ ബേസിൽ ഇത് കേൾക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് 2000 പേരൊന്നും വരില്ല, എന്തായാലും ഒരു 1000 പേര് വരുമായിരിക്കും. ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ആ ഡേ നമ്മൾ പ്രൊഡക്ഷൻ്റെ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ ഫിസാറ്റിലേക്ക് പോകുന്ന വഴിക്ക് റോഡ് മുഴുവൻ ബ്ലോക്കാണ്, കുറേ ബസ്. അപ്പൊ ഇത് എന്താ സംഭവം, ഈ പടത്തിന് വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 2000 പേര് വരെയാണെന്നുള്ളതാണ്. അപ്പോഴാണ് നിറച്ച് പിള്ളേര്, അവിടെ ഫുൾ ട്രാഫിക് ബ്ലോക്ക്, അവിടെ വണ്ടി ഒന്നും അതിനകയില്ല. നമ്മൾ അവിടെ നിന്ന് കാറിൽ നിന്ന് ഇറങ്ങി നടന്ന് പോയി. 2000 ക്ലൈമാക്സിൽ 2000 പേരുണ്ടായിരുന്നു. ഇത്രയും ജൂനിയേഴ്സ് വന്നിരിക്കുന്നു. അപ്പൊ നമ്മള് എന്താ ശരിക്കും ഒരു വിനീതേട്ടൻ പാടുന്നു, ശരിക്കും അവരൊരു കോൺസെപ്റ്റ് അവിടെ പരിപാടി. അപ്പൊ ആ ഒരു ദിവസം നമ്മൾ 2000 വെച്ച് നമ്മൾ മാക്സിമം കവർ ചെയ്ത് നെക്സ്റ്റ് ഡേ മുതൽ പിന്നെ നേരെ 300-200 അങ്ങനെയാണ്. പിന്നെ അതിനെ കുറച്ച് നമ്മൾ എടുത്തിട്ട് അങ്ങനെ ഇത് മിക്സ് ചെയ്ത് മൊത്തം പരിപാടീനെ എടുത്ത് പിന്നെ സാമ്പിളിൽ പറഞ്ഞ പോലെ എല്ലാം കുറച്ച് വൈഡ് ഇതിനെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി. പുള്ളിയുടെ ലെൻസിങ് എല്ലാം അങ്ങനെയാണ് പുള്ളി അതിനെ വെച്ചിരിക്കുന്നത്. റാലി ആക്ച്വലി നമ്മൾ ഒരുപാട് ഒരു ജംഗ്ഷനിലാണ് ആദ്യം റാലി പ്ലാൻ ചെയ്തത്. ഇവിടുന്ന് റോഡ് ബ്ലോക്ക് ചെയ്ത് ഷൂട്ടൊക്കെ ചെയ്തെന്ന് വെച്ചാൽ ഇപ്പൊ ആലോചിക്കുമ്പോ അതെന്തായാലും നടക്കില്ല. പിന്നെ അത് ഗ്രൗണ്ടിലേക്ക് മാറ്റി അതൊക്കെ അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തത്. പടം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ജോപ്പനിൽ തുടങ്ങുന്നു, സാംബോയ് വരുന്നു, കുട്ടം വരുന്നു, അവിടുന്ന് വിനീത് ശ്രീനിവാസൻ, ഷാൻ വരുന്നു. ഈ പറഞ്ഞ എല്ലാ പോയിന്റിലും ഓരോരുത്തരിലോട്ട് ഈ ബേറ്റൻ കൈമാറുന്ന പോലെ ഇത് പാസ് ചെയ്ത് പോകുന്നുണ്ടല്ലോ. ആളുകൾക്കും ഈ ഒരു സ്പെസിഫിക് ഒരു ഗ്യാപ്പ് കഴിഞ്ഞാൽ അടുത്തൊരു പുതിയ ആൾ വരുന്നുണ്ട്, അയാളെ ഫോളോ ചെയ്യുന്നുണ്ട്, അയാളുടെ മൊമെന്റ്സ് ഉണ്ട്, ഈവൻറ്റ്സ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. വിനീത് ശ്രീനിവാസനും ഷാൻ റഹ്മാനെയും കാസ്റ്റ് ചെയ്യുന്നത് അവരായിട്ട് തന്നെ വരുന്നു. ഈവൻ സെൽഫ് ട്രോൾസ് ഉണ്ട് അതിൽ. ഈ എല്ലാ തരത്തിലും വില്ലിങ് ആയിട്ട് അവർ സിനിമയുടെ പാർട്ടാവുന്നു. അവരായി നിർത്തിക്കൊണ്ട് ഹ്യൂമർ വർക്കൗട്ട് ചെയ്യുന്നു. ഈ ആദ്യത്തെ ഐഡിയയിൽ കോളേജ് ഫെസ്റ്റ് പരിപാടി ഏതെങ്കിലും ബാൻഡ് അങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെ കൊണ്ടുവന്ന് ചെയ്താലോ എന്നുള്ള. പക്ഷെ പിന്നെ അത് കുറച്ചുകൂടി ഒരു സെലിബ്രിറ്റി ആരെങ്കിലും ഒരാളെ കൊണ്ടുവരാം, അങ്ങനെ പോൾസനായിട്ട് ആലോചിക്കുകയും പിന്നെ ഈ നമ്പർ 20 മദ്രാസ് മെയിലിൽ മമ്മൂട്ടിയായിട്ട് കാണിച്ചപ്പോൾ ഒരു ഹൈ ഉണ്ടല്ലോ. അതൊരു ഒരു പുള്ളിക്ക് ഇപ്പോൾ അതിലൊരു ക്യാരക്ടർ നെയിം ആയിരുന്നെങ്കിൽ ചിലപ്പോൾ അത് മമ്മൂട്ടിയായിട്ട് കാണിക്കുമ്പോഴാണ് അതിനെ ഇമ്പാക്ട് വരുന്നത്. വൈ നോട്ട് വിനീത് ശ്രീനിവാസൻ, ദാറ്റ് ബേസിലിനെ അറിയാം. അങ്ങനെ നമ്മൾ ആലോചിച്ചിട്ട് അങ്ങനെയാണ് വിനീതേട്ടിലേക്ക് എത്തുന്നത്. വിനീതേട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ ആഡ് ഓൺ ആയിട്ട് അതിൻ്റെ കൂടെ കുറേ അപ്പം തന്നെ പരിപാടി മൊത്തത്തിലങ്ങ് മാറി. ഐ മീൻ ഫോർത്ത് വാൾ അങ്ങനത്തെ കുറേ കോമഡികൾ വരുന്നു, ധ്യാൻ റെഫറൻസ് വരുന്നു, സെക്കൻഡ് ഹാഫിലെ പുള്ളിയുടെ കാര്യങ്ങൾ പറയുന്നു. ദെൻ നമ്മൾ വിനീതേട്ട മാത്രമായി കഴിഞ്ഞാൽ, കാരണം ഇതിലിപ്പോൾ ബേസിൽ പരശു, സാങ്കുട്ടിയും പരശു, ഇവർ രണ്ടും ഒരു അവരുടെ ഗിവ് ആൻഡ് ടേക്ക് കോമഡി. ടൊവി ആൻഡ് ടൊവിയുടെ ഗ്യാങ്, വടി എസ്പെഷ്യലി, അവർ തമ്മിൽ അങ്ങനെ ഒരു ഗ്യാങ് വരും. അപ്പോൾ ഇവിടെ വിനീത് ശ്രീനിവാസൻ മാത്രം ഇയാളുടെ ഒരു പ്രശ്നങ്ങൾ പറയാനും ഇയാൾക്ക് തിരിച്ചെന്തെങ്കിലും ഇയാൾ പെട്ടല്ലോ എന്ന് പറയാനും ഒരു സംഭവം. അങ്ങനെയാണ് നമ്മൾ ഷാൻ റഹ്മാനെ കാസ്റ്റ് ചെയ്ത ശേഷം നമുക്കത് ഓൾസനാണ് അത് ഷാൻ റഹ്മാൻ വെച്ചാലോ. ഇപ്പം ഞാൻ ചിരിച്ചു അറിയാതെ, കാരണം എനിക്ക് പുള്ളി ഇത് ചെയ്യുന്നത് എനിക്ക് ഓർമ്മ വന്നു.
ഈ സീനൊക്കെ. കാരണം പുള്ളി കാമരാജ്. അത് പുള്ളി ഈ സീൻ ചെയ്ത് ഓർമ്മ ഞാൻ അറിയാം, അടിപൊളി, ഒന്നും നോക്കട്ടെ, ഷാനിക്ക് വെക്കാം, അടിപൊളിയായിരിക്കും. അങ്ങനെ നമ്മള് പോകുന്നു, പുള്ളീനെ കാണുന്നു, പുള്ളി പറയുന്നു എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റൂ, ഞാൻ ഇതൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിയെ വെച്ചിരിക്കുന്നു. പക്ഷെ ഇവര് തമ്മിലുള്ള കോമ്പിനേഷൻ പടത്തിലെ ഷൂട്ട് സമയത്തെല്ലാം നമ്മള് ഒരുപാട് ഈ ഇപ്പൊ കുട്ടന്റെ വീട്ടിലെ സീനില് ഇപ്പൊ നമ്മള് പറയുന്ന ഇപ്പൊ ഷാനിക്ക് കൈ നിന്നൊക്കെ ഇട്ട ഡയലോഗ്, അമ്മ പുതപ്പോ എന്തോ നമ്മ പുതപ്പ് എന്നൊക്കെ പുള്ളി കൈ നിന്നിട്ട് ഡയലോഗ്. അപ്പൊ പുള്ളി ബാക്കിൽ കണ്ടിന്യൂ ഒളിച്ചൊക്കെ ഇരിക്കും, പോയി പുള്ളി അടിപൊളിയായിട്ട് വർക്ക് ചെയ്തു. നമ്മള് ചിരിച്ച് പഴയ നമ്മള് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സ് ആയിട്ട് എന്നെ ഷൂട്ടിംഗ് ലൊക്കേഷൻ വൻ വൈബായിരുന്നു. ഇപ്പൊ വിനീതായിട്ട് എന്നെ റിലീസിന് മിക്സിങ് നടക്കുന്ന സമയത്ത് വിളിച്ചിരുന്നു, അരുണേ ഇവിടെ ഒരു കോളേജിൽ നിന്ന് ഇങ്ങനെ വിളിച്ചിരുന്നു, ഒരു കോളേജ് സ്റ്റുഡൻസ് പരിപാടി ചെയ്യാനായിട്ട്, അവർ ഭയങ്കര നിർബന്ധം എന്നെ വേണം അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കിങ്ങനെ നമ്മൾ അതിരടി പരിപാടിയൊക്കെ ഓർമ്മ വന്നു. ഒരു പയ്യനെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും, പുള്ളിക്ക് സാങ്കുട്ടി ഓർമ്മ. അപ്പൊ അങ്ങനെ കോളേജിൽ വിനീത് ശ്രീനിവാസനെ കൊണ്ടുവരുന്ന ദിസ് വെരി ലൈക് കണ്ടിട്ടുള്ളൂ. ഇപ്പൊ രാഗത്തിന് വിനീതായിട്ട് ഇപ്പം ഫെസ്റ്റിന് പോയിട്ടുണ്ട്. സോ അങ്ങനെ വെക്കുന്നതായിരിക്കും കുറച്ച് ചേട്ടൻ്റെ. എന്നാൽ ഇതിന്റെ സിനിമയിൽ തന്നെ ഇതിന്റെ ഒരു മേജർ ഏരിയ പുള്ളി ഇല്ലാതെ ഈ പടം ഇത് നടക്കില്ല. എസ്പെഷ്യലി ക്ലൈമാക്സിലെ ടോബിയുടെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, പുള്ളി കമ്പോസറാണ്, സിംഗറാണ്, അതുകൊണ്ടാണ് അത് വർക്ക് ആവുന്നത്. ആ പാട്ട് പുള്ളി പാടുന്നത് അത് വേറൊരു ഫാക്ട് ഫിക്ഷൻ ആണെങ്കിൽ ചിലപ്പോൾ അതങ്ങനെ കയറിപ്പോവില്ല. അത് മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ ഷാൻ റഹ്മാൻ അവിടെ ഉണ്ട്. അപ്പൊ ആ ടൈമില് സോങ് വായിച്ചാണ് അതങ്ങനെ മാറുന്നത്. മിന്നൽ മുരളിയിലെ ഈ ജെയ്സണും ഷിബുവും തമ്മിലുള്ള കവലയിലെ സീക്വൻസ് ഉണ്ടല്ലോ, എനിക്ക് ആ പടം എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം വരുന്ന വിഷ്വൽ അതാണ്. ഷിബു പറയുന്ന ഡയലോഗ്, ഇതെനിക്കുള്ള പണിയാ നീ വിട്ടോ എന്ന് പറയുന്നത്. അത് വളരെ സിമ്പിളായിട്ടാണ് അയാൾ പറയുന്നത്, എന്നാൽ അതിലത്രയും വെയിറ്റ് ഉണ്ട്. അവിടെ നിന്ന് ലിഫ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ പടത്തിന് നെക്സ്റ്റ് സ്റ്റേജിലോട്ടുള്ള ട്രാക്ക് ഷിഫ്റ്റ് അവിടെ സംഭവിക്കുന്നത്. ആ സീക്വൻസിൻ്റെ ഒരു എഴുത്ത്, ഈ പറഞ്ഞ ഡയലോഗ് ചൂസ് ചെയ്യുന്നത്. മിന്നൽ മുരളിയിൽ ഞാനും ജസ്റ്റിനും ഏറ്റവും കൂടുതൽ ബേസിൽ ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ നമ്മൾ കഷ്ടപ്പെട്ടത് വില്ലനെ ക്രിയേറ്റ് ചെയ്യാനാണ്. നമ്മൾ എഴുതിയ ഡ്രാഫ്റ്റുകൾക്ക് നമുക്ക് ഒരു ട്രാക്കായി നമ്മൾ ജെയ്സന്റെ ട്രാക്ക് ഓക്കെ, നമ്മൾ ആരെയാണ് എന്താണ് ഒരു സൂപ്പർ വില്ലൻ അല്ല, സാധാരണ ഒരാളെ വെക്കാൻ പറ്റില്ല. കാരണം ഈസി ആയിട്ട് ജെയ്സനെ ഇടിച്ചിടാവുന്നതാണ്. ലൈക്ക് അപ്പോൾ സൂപ്പർ പവർ വേണം, എന്നാൽ അത് ഫാക്ടറി അതൊന്നും പറ്റില്ല പറഞ്ഞ പോലെ. അപ്പോൾ അങ്ങനെ റൂട്ടഡ് ആയിട്ടൊരു ക്യാരക്ടർ കുറേ നാളിന് ശേഷമാണ് നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അയാൾ കടന്നുപോയ അഗെയിൻ ലൈക്ക് വില്ലൻ്റെ നഷ്ടപ്പെടണം എന്നുള്ള ഐഡിയ ആദ്യം നമുക്ക് ആലോചിച്ചു. വൈ നോട്ട് ലൈക്ക് വില്ലൻ്റെ നഷ്ടപ്രണയം എന്നുള്ളൊരു ഐഡിയയിൽ വില്ലൻ്റെ ലവിൻ്റെ ഒരു ആംഗിളിലാണ് നമ്മളത് വർക്ക് ചെയ്ത് അതിനെ കൊണ്ടുവന്നത്. ഇപ്പോൾ കുറച്ച് ഇപ്പോൾ അതിരടിയിലും ആയപ്പോലും വില്ലന് കുറച്ച് ലൈക്ക് ഇമ്പോർട്ടൻസ് എനിക്ക് അങ്ങനെയാണ് കോൺഫ്ലിക്റ്റ് എഴുതുന്ന സമയത്ത് വില്ലൻ്റെ സൈഡിലോട്ട് കൂടുതൽ പോവുക എന്താണെന്നറിയില്ല. ലൈക്ക് വില്ലനെ കുറച്ച് ആദ്യം കുറച്ച് ബിൽഡ് ചെയ്ത് വളർത്തിയ ശേഷം പിന്നെ സോ ദാറ്റ് പടത്തിന് കുറച്ചുകൂടെ നായകന് കുറച്ച് സ്ട്രഗിൾ ചെയ്യാനുണ്ടാവും. സ്ട്രഗിളിലടിക്കുമ്പോഴാണല്ലോ അതെ ഇത്രയും വലിയൊരാളെ എങ്ങനെയാടാ തോപ്പിക്കണേന്നുള്ള സാങ്കുട്ടിയെ ഇപ്പൊ വിനീതനെ കൊണ്ടുപോയ ശേഷം ഈ കോളേജ് കഴിഞ്ഞ് ഇത് എങ്ങനെയാടാ ഈ പുള്ളിനെ എടുത്തോണ്ട് അത് അത്രയും ബിൽഡ് ചെയ്താലേ. വില്ലനിൽ കുറച്ചുകൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് കഷ്ടപ്പെടും നമ്മൾ നായകനെ ജയിപ്പിക്കാനായിട്ട്. അപ്പോൾ സ്ക്രിപ്റ്റ് നന്നാവുന്നതാണ് തോന്നുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഷിബുവിനെ നമ്മൾ വർക്ക് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരുന്ന ഇവർ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഐഡൻറ്റിറ്റി പയ്യെ റിവീൽ ചെയ്യുന്നു. ഇയാൾ ആരാണെന്ന് കണ്ടുപിടിക്കുന്നു, കൺഫേം ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് ആക്ച്വലി വേറൊരു രീതിയിലാണ് സ്ക്രീൻ പ്ലേ ഇരുന്നത്. ഷൂട്ട് തുടങ്ങുന്നതിന് കുറച്ച് മുമ്പാണ് ഇതിനെ വൈനോട്ട് ഒരു ഡിസ്കഷനിൽ ഇത് ഷിബു ഇങ്ങനൊരു ആംഗിളിൽ ലൈക്ക് ഇടയ്ക്കാല് കയറണം ഈ പറയണ മംഗലശ്ശേരി നീലകണ്ഠൻ്റെ അടുത്ത് ശേഖരൻ വന്നിട്ട് നീ വിട്ടോടാ ഞാൻ നോക്കിക്കോളാം എന്ന് അങ്ങനെയൊക്കെ ഒരു ആംഗിൾ ആലോചിച്ചൂടെ എന്നൊക്കെ. അപ്പോൾ അതേപോലുള്ളൊരു പരിപാടിയാണ്. വില്ലൻ വന്നിട്ട് ഇങ്ങനെ സപ്പോർട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ ഒരു ഐഡിയ ബേസിൽ സമീർക്കര സൈഡിൽ നിന്ന് അവർ ലൈക്ക് വൈ നോട്ട് ഇങ്ങനൊരു ആംഗിൾ ആലോചിച്ചുകൂടാന്നുള്ള ഡിസ്കഷനിലൊക്കെയാണ് ഇതിങ്ങനെ വന്നത്. അപ്പോൾ യെസ് അങ്ങനെയാണ് ആ സീൻ പയ്യെ എലിവേറ്റ് ചെയ്ത് വന്നത്. അങ്ങനത്തെ ഒരു സീൻ അവിടെ നിന്നാണ് ഷിബുവിൻ്റെ ഒരു പരിപാടി നമ്മൾ ആലോചിച്ചത് കൊണ്ടുവന്നത്. ഇത് പറഞ്ഞ ഐഡിയയാണ്. ഉറപ്പായിട്ടും മിന്നൽ മുരളി കരിയറിലെ വലിയൊരു ബെഞ്ച് മാർക്കാണ്. അതിലൊരുപാട് റിസ്കുകൾ ഉണ്ടായിരുന്നല്ലോ. ഒരു ഇൻഡി സൂപ്പർ ഹീറോയെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്, അതിൻ്റെ ഒരു ഫിക്ഷണൽ വേൾഡ് ക്രിയേഷൻ,
അവിടെ ഈ പറഞ്ഞ നമ്മുടെ ഇൻഡസ്ട്രിക്ക് താങ്ങാവുന്ന VFX ലിമിറ്റ് ഉണ്ട്. പ്രാക്ടിക്കൽ എഫക്ട്സിൽ ഇതെങ്ങനെ വർക്കൗട്ട് ചെയ്തെടുക്കാം, അതിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാം, ഇത് ബിലീവബിൾ ആയിരിക്കുക ഈ എൻറ്റയർ പടം എന്നുള്ളത്. മിന്നൽ മുരളിയുടെ എക്സിക്യൂഷനിലുണ്ടായിരുന്ന ഫസ്റ്റ് കൺസേൺ ഈ ആഫ്റ്റർ അച്ചീവിങ് മിന്നൽ മുരളി ഉള്ള സാറ്റിസ്ഫാക്ഷൻ അതെന്തായിരുന്നു? ഇത് ആദ്യം ഈ ഒരു മീം കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ബാറ്റ്മാൻ ലുങ്കി കൊടുത്ത് ഇങ്ങനെ വട്ട് കത്തി വായിൽ വെച്ചിട്ട്, ഇതായിരുന്നു ഫസ്റ്റ് ഐഡിയ തോന്നിയത്, നാടൻ സൂപ്പർ ഹീറോ എന്നുള്ളൊരു പരിപാടി. അപ്പോൾ നമുക്കിതിനെ കൊണ്ട് ഇപ്പം എറണാകുളം സിറ്റിയിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കത് റൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആ ബേസിൻ്റെ വേൾഡിലാണ് അത് കൊണ്ടുവച്ചേക്കുന്നത്. പുള്ളിയുടെ ആ ഗോദാവരി കുഞ്ഞിരാമൻ ആ വേൾഡിൻ്റെ അകത്ത് അങ്ങനത്തെ ഒരു വില്ലേജ് സൂപ്പർ ഹീറോ എന്ന് പറയുന്ന ആദ്യമാണ് ഇനീഷ്യലായിട്ട് ഐഡിയ വരുന്നത്. ദെൻ ക്യാരക്ടറിനെ മിന്നൽ മുരളി. ആക്ച്വലി മിന്നൽ മുരളി എന്ന് പറയുന്ന പേര് ആക്ച്വലി മീശ മാധവനിൽ നിന്ന് ഇൻസ്പയർഡ് ആണ്. ഓക്കെ, മീശ മാധവൻ മിന്നൽ മുരളി. യെസ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഐഡിയ ക്യാരക്ടർ നെയിം കിട്ടിയത്. ദെൻ ഞാനത് ബേസിൻ്റെ അടുത്ത് പറയുന്നത് ഇങ്ങനെ ഒരു പരിപാടിയാണ്, വില്ലേജ് സൂപ്പർ ഹീറോ, സൂപ്പർ പവർ കിട്ടുന്നു, മിന്നലടിച്ച് പവർ കിട്ടുന്നു. ദെൻ ഇനിഷ്യലി ഞാൻ കുറച്ച് വർക്ക് ചെയ്യുന്നു. ദെൻ ജസ്റ്റിൻ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ആദ്യത്തെ ഇനിഷ്യൽ സ്റ്റേജിൽ മിന്നലടിക്കുന്നു, സാന്താക്ലോസ് ഡ്രസ് ഇട്ടിട്ട് സാന്താക്ലോസിൻ്റെ മിന്നലടിക്കുന്നു, ലവ് ട്രാക്ക്, ഇതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അതർ സൈഡ് ഉണ്ട്, കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ആൻറ്റഗണിസ്റ്റിൻ്റെ ഒരു സൈഡ് നമ്മൾ പ്ലേ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊന്നും വർക്കാവുന്നില്ല. ഇങ്ങനെ അടിച്ചോണ്ട് പല വില്ലന്മാരും ഇങ്ങനെ വന്ന് ഇങ്ങനെ പോയി. ലാസ്റ്റ് അത് പറയുന്ന ഷിബുവിലേക്ക് ലാൻഡായി. അപ്പോൾ എന്ത് സംഭവിച്ചു, ഇതെല്ലാം തന്നെ റിലേറ്റബിൾ ആവണം. ലൈക്ക് ഈ സൂപ്പർ ഹീറോ സൂപ്പർ പവറൊക്കെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാലും ഇതിനൊരു കഥ ഉണ്ടായാൽ ഓക്കെയാണ്. ഒരു മലയാളം ഒരു സിനിമ അല്ലെങ്കിൽ ഒരു ഡ്രാമ ഉണ്ടെങ്കിൽ ഇതെല്ലാം കണ്ടിരിക്കും, അല്ലെങ്കിൽ ഇതൊക്കെ തിരിച്ചടിക്കും എന്നുള്ള അറിയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇതിനൊരു ആഡ് ഓൺ മാത്രമായിട്ട് ഈ സൂപ്പർ പവറും പരിപാടികളും. ഇതിൽ സൂപ്പർ പവർ എന്ന് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടിട്ടില്ല, ടെലികിൻസിസ് ഒക്കെ നമ്മൾ കണ്ടിട്ടില്ല, അതൊക്കെ തന്നെ ഉള്ളൂ. അല്ലാതെ വേറെ പുതിയ സൂപ്പർ പവർ എക്സ്പ്ലോർ ചെയ്യാനില്ല. ഇനി മാക്സിമം എത്തി മാർവലൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെലികിൻസിസ് വെച്ച് തന്നെയാണ് എടുത്തത്. അപ്പോൾ അതിൽ വലിയ, അപ്പോൾ ബാക്കിയുള്ള ഇമോഷണലിലെ ഏറ്റവും വലിയ ഹുക്കിംഗ് പോയാണ് വില്ലൻ്റെ പ്രണയം, അതിൻ്റെ നഷ്ടം, ആ ഒരു ആംഗിള് വർക്ക് ചെയ്തത്. സോ ബേസിക്കലി നമ്മളിതിനെ റൂട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. നമ്മൾ കണ്ടിട്ടുള്ള നാട്ടിൻപുറം, നമ്മൾ പള്ളി, കവല, അതിൻ്റെ അകത്തൊരു സാധാരണക്കാരന് ഇങ്ങനെ ഒരു മീറ്റർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വർക്കാവും എന്നുള്ള ഇത് തന്നെയായിരുന്നു. നമ്മൾ കൂടുതലൊരു പരിപാടിക്ക് മീറ്റർ അപ്പ് ചെയ്യാതെ തന്നെ പിടിച്ചുകൊണ്ട് വന്നതാണ് അതിങ്ങനെ ലാസ്റ്റ് ഇത് ഇങ്ങനെ ഒരു പരിപാടി. അത് വൺസ് അത് റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര ലൈക്ക് ഗ്ലോബലി അത് ഭയങ്കര പലയിടത്തു നിന്നും എല്ലാവരും വിളിച്ചു. ഇപ്പം കേരളത്തിലുള്ളവരല്ലാതെ ഇപ്പോൾ പുറത്തു നിന്നൊക്കെയുള്ള ഇന്തോനേഷ്യയിൽ അവിടെയൊക്കെ ട്രെൻഡിങ് ആയിരുന്നു. അപ്പോൾ അവിടെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മളെ ഈ വേൾഡ് കാണുകയാണ്. തേന്മാവിൻ കുമ്പത്ത് ഇപ്പം നമ്മൾ ഇപ്പോഴും കാണുമ്പോൾ ഭയങ്കര ഫ്രഷായിട്ട് ഇരിക്കുന്ന പോലെ നമ്മൾ ഈ ഒരു വേൾഡ് നമ്മൾ ഓരോരുത്തർ ഇപ്പം നമ്മൾ ജാപ്പനീസ് ഒരു പഴയ ഒരു പടം കാണുമ്പോൾ നമുക്ക് ഒരു പരിപാടി, അവിടുത്തെ ഒരു വേൾഡും അവരുടെ വീടും അവരുടെ അതിൻ്റെ ഒരു ഫ്രഷ്നെസ് അവരുടെ ആംഗിളിൽ നിന്ന് ഇങ്ങോട്ട് കാണുമ്പോൾ കവലയും സൂപ്പർ ഹീറോ അവർക്ക് ഭയങ്കര ഫ്രഷായിട്ട് തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ എനിക്ക് അത് ഭയങ്കര ഒരു ഇത് വന്നത് ദാൻ ഒരു മെട്രോ അങ്ങനത്തെ സ്പേസിൽ കൊണ്ടുവയ്ക്കാതെ. അതെ, കൃഷിയാക്കേണ്ട ആവശ്യമില്ല, പക്ഷെ നാട്ടിൽ തന്നെ നമുക്കിത് യൂണിക്, പുറത്തുനിന്നുള്ള ഒരാൾ കാണുമ്പോൾ ഭയങ്കര യൂണിക്കായിട്ട് തോന്നാൻ വേണ്ടിയിട്ട്. ഈ ചില സമയങ്ങളിൽ ഒരു എഴുത്തിന് മുകളിൽ ക്യാരക്ടേഴ്സ് പോകാറുണ്ട്. പലപ്പോഴും പറയും അതിന് മുകളിൽ പോകുന്നതല്ല, സിനിമയ്ക്കകത്ത് നിൽക്കുന്നതാണ്. ചിലപ്പോൾ സിനിമയുടെ ഒരു പോസ്റ്റ് റിലീസിലായിരിക്കാം ക്യാരക്ടർ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. അത്തരത്തിൽ രഘു ഈ പറഞ്ഞ പോലെ സ്റ്റിൽ ഫാൻ ഫോളോയിങ് ഉള്ള, ഇപ്പോഴും ഈ പറഞ്ഞ ഫാൻ വീഡിയോസ് വരുന്ന, വേറെ തരത്തിൽ ആ ക്യാരക്ടറിന് നാട്ടിലൊരു ബേസ് ഉണ്ടാക്കാൻ പറ്റിയല്ലോ. ഈ പടയോട്ടത്തിൻ്റെ ഏതെങ്കിലും തലത്തിൽ എപ്പോഴെങ്കിലുള്ള ആലോചനകളിൽ രഘു ഇമ്മാതിരി ബൂസ്റ്റിംഗ് ആയിരിക്കും എന്ന് ആലോചിച്ചിരുന്നു. അതിൻ്റെ ഒരു ലോങ് ടേം ജേണി. എറണാകുളത്ത് നിന്ന് ട്രിവാൻഡ്രം ബസ്സിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചേട്ടൻ കണ്ടു കഴിഞ്ഞാൽ ഒരു നല്ല സൈസൊക്കെ ഉള്ളൊരു ചേട്ടൻ, പുള്ളി ഇങ്ങനെ ബസ്സിലൊക്കെ തൂങ്ങി കഷ്ടപ്പെട്ട് പോവുകയാണ്, കയ്യിൽ കവറൊക്കെ ആയിട്ട്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെറർ ലുക്ക്. പുള്ളി ഇടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്, പക്ഷെ പുള്ളി ബസ്സിൽ ഇങ്ങനെ തൂങ്ങിപ്പോയി. പുള്ളി ഇത് എവിടെ പോവുമായിരിക്കും, ആരെങ്കിലും അടിക്കാൻ പോവുമായിരിക്കുമോ,
കഷ്ടപ്പെട്ട് തിരിച്ചടിക്കാൻ വേണ്ടി ബസ്സിലൊക്കെ ഇങ്ങനെ തൂങ്ങിപ്പോയി റിവെഞ്ച് തീർക്കണമല്ലോ. അപ്പൊ സ്വന്തം വണ്ടിയില്ല, വണ്ടിയില്ല, റിവെഞ്ച് തിരിച്ചടിക്കണം. പക്ഷെ കഷ്ടപ്പെടുകയാണ് തിരിച്ചടിക്കാൻ, ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ. അപ്പൊ എനിക്ക് ചിരി വന്നു, ഇതൊരു ഒരു വല്ല ഗുണ്ടയാണെങ്കിലുള്ള അവസ്ഥ. തിരിച്ചടിക്കാൻ വേണ്ടി കാശും തന്നില്ല, തിരിച്ചടിക്കാൻ വേണം, അടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് ബസ് കയറി വരണം. ഭയങ്കര പാടാണ്. നമ്മൾ ഒരിടത്ത് പോയിട്ട് തിരിച്ചടിക്കുന്ന അങ്ങനെയാണ് ഐഡിയ ഉണ്ട്. അപ്പോൾ ആലോചിച്ചാൽ അപ്പോൾ ഇവിടെ ട്രിവാൻഡ്രത്ത് ഒരുത്തനെ തിരിച്ചടിക്കണമല്ലോ. അവൻ എങ്ങനെയാണ് കാസർഗോഡായിരുന്നെങ്കിൽ ഇവർ അങ്ങനെയാണ് പടയോട്ട് ഐഡിയ ഉണ്ടായിരുന്നു. അടിച്ചവനെ തിരിച്ചടിക്കാൻ വേണ്ടി കാസർഗോഡ് വരെ പോകാന്നൊക്കെ പറയണം. എത്ര നേരം നമുക്ക് ഈ റിവെഞ്ച് കൊണ്ടുവരും തടക്കാൻ പറ്റും? ദേഷ്യം ഇങ്ങനെ കളയാതെ പോകണമല്ലോ, അടിക്കുന്നവരെ പോകാനും. അങ്ങനെയാണ് പടയോട്ടം എന്ന് പറയുന്ന ഐഡിയയിലോട്ട് വന്നത്. അങ്ങനെയാണ് നമ്മൾ ബിൽഡപ്പിൽ ചെങ്കൽ രഘുവിനെ ബിൽഡ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്നത്. എനിക്ക് ഈ ജിഗർദണ്ഡ ഒരുപാട് ഇഷ്ടപ്പെട്ട എനിക്ക്. ഞാനിതിൻ്റെ ഡയലോഗ് പോർഷൻസ് ഒക്കെ എഴുതി സോനി. നമ്മൾ ഒരു ദിവസം റാൻഡം ചുമ്മാ ഒരു പടം, ഏതൊരു പടം ശ്രീകുമാർ തിയേറ്ററിൽ വന്നിട്ടുണ്ട്, ഏതാണ് ജിഗർദണ്ഡേ പടം എന്തോ എന്ന് പറഞ്ഞ് നമ്മൾ കയറി കണ്ടതാണ്. അതെ. അപ്പൊ അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ്. അപ്പൊ അതിൽ നിന്ന് ഈ അസാൽ സേതുവിന്റെ ഒരു പരിപാടി കൊള്ളാല. അതായത് ആ ഒരു കോൺട്രാസ്റ്റ്, അതായത് സിനിമ ആൻഡ് ഗാങ്സ്റ്റർ, ആ കോൺട്രാസ്റ്റ് ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയാണ്. അപ്പൊ അങ്ങനെ ആണ് ഈ ഗെയിം. അത് ഇപ്പൊ അതിരടി പോലും മ്യൂസിക് ഗാങ്സ്റ്റർ കൊണ്ടുവന്നത്. ഇപ്പോൾ അങ്ങനെയാണ് ബീച്ചുകളിലേക്ക് എത്തും. ബീച്ചായിട്ടുള്ള പരിപാടി ചെങ്കൽ രഘു. എൻ്റെ ഇൻട്രോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്ന സമയത്ത് പറഞ്ഞ ചെങ്കൽ രഘുവിൻ്റെ ഇൻട്രോ പുള്ളി ബിൽഡപ്പിൽ വരുന്നു, പക്ഷെ കയ്യിൽ പാല് വീട്ടിൽ നിന്ന്. സംഭവം റീൽ അങ്ങനെയല്ലേ, എന്താണ് വലിയ ഉണ്ടാണ്. പക്ഷെ വീട്ടിൽ പാല് വേണം, ചായ, പ്രഷർ. പുള്ളിക്ക് പ്രഷറുണ്ട്, പുള്ളി പ്രഷറിന്റെ മരുന്ന് കഴിക്കുന്നുണ്ട്. അമ്മ ചോദിക്കും അടിക്കാൻ പോകുമ്പോൾ, പ്രഷറിന്റെ മരുന്ന് എടുക്കണേ, അടിക്കുമ്പോ കഴിക്കണം, അല്ലെങ്കിൽ ഇതൊക്കെ റിയലാണെന്നേ. ശരിക്കും ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണല്ലേ. പിന്നെ ഉറപ്പായിട്ട് ഇതൊക്കെ ശരിക്കും അടിക്കൊക്കെ പോണ ആളുകളുടെ അവസ്ഥ ഭയങ്കര പ്രഷർ ഉണ്ടാവും, തെറാപ്പിക്ക് പോകണുണ്ടാവും. ഒരടി കഴിയുമ്പോൾ പോയിട്ട് അടിക്കാൻ പോയി ആള് മാറും, റോഡ് ബ്ലോക്കിൽ പെട്ടു, എന്താ ഇഷ്ടപ്പാടാണ് അവര് കാര്യം. ആഫ്റ്റർ അതിരടി ഇപ്പോൾ ഒരു രസമുള്ളൊരു ഇൻട്രോ കിട്ടുന്നു. ആസ് എ ഡയറക്ടർ ഇൻഡസ്ട്രിയിലെ വലിയ സിനിമ സംവിധാനം ചെയ്യുന്നു. ഈ പറഞ്ഞ കവിത പോലെയുള്ള, രാഗം പോലെയുള്ള വലിയ കപ്പാസിറ്റിയുള്ള തിയേറ്ററിൽ ആളുകൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു. നെക്സ്റ്റ് പ്ലാൻ, അതായത് എപ്പോഴെല്ലാവരും ആലോചിക്കാതാണല്ലോ, ഇനി ഈ സംവിധായകൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? സംവിധാനമാണോ, എഴുത്താണോ, എന്താ ഇനി നെക്സ്റ്റ് ഒരു ഷിഫ്റ്റ് കരിയറിലെ? ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, ബേസിക്കായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ്, എഴുത്ത് പരിപാടിയുണ്ട്. അത് അതിൻ്റെ പരിപാടി നടക്കുന്നുണ്ട്. അതിനുശേഷം ഡയറക്ഷൻ തന്നെയാണ്. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഇപ്പോൾ അതെത്തി. ഇനിയിപ്പോൾ അടുത്ത് എന്തെങ്കിലും ഒരു പുതിയ 2-3 പരിപാടികൾ ഇങ്ങനെ പോൾസിനും ഒക്കെ ആയിട്ട് സംസാരിച്ച് ഇങ്ങനെ വെക്കുന്നുണ്ട്. ഏതെങ്കിലും ഒന്നിൽ ലാൻഡ് ആവണം. ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആണ്. ഒരു സൈഫൈ പരിപാടി, ഇങ്ങനെ കോമഡി സൈഫൈ വേൾഡ്, ഇങ്ങനെ ഒരു പരിപാടി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒന്ന് ഉടനെ ലാൻഡ് ചെയ്യും. ഒരു എന്തായാലും രണ്ടാമത്തെ പടമാണ് ശരിക്കും ഡിസൈഡ് ചെയ്യുന്നത്. അതാണ് പരിപാടി. അതുകൊണ്ട് തന്നെ സമയമെടുത്ത് ചെയ്യാൻ, അതായത് ഇന്നൊരു ആളുടെ ഡേറ്റ് കിട്ടിയിട്ടുണ്ട്, ആ പരിപാടി എനിക്ക് താല്പര്യമില്ല. അതായത് മോനെ നമുക്ക് ചേട്ടൻ്റെ ഡേറ്റ് കിട്ടിയിട്ടുണ്ട്, എലിസ്റ്ററാണ്, നമുക്കൊരു സാധനം, അപ്പം തന്നെ ഇരുന്ന് ആലോചിക്കും, എന്താലോചിക്കും. എനിക്ക് അത് വർക്കാവില്ല, എനിക്ക് പേഴ്സണലി അത് വർക്കാവില്ല. ഫോഴ്സ് ചെയ്ത് ഡെസ്പറേറ്റ്ലി നമ്മളൊരു സ്ക്രിപ്റ്റിലോട്ട് എത്തുന്ന, എനിക്ക് എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യുമ്പോഴായിരിക്കും ആരെങ്കിലുമൊക്കെ കാണുന്നത്. അങ്ങനെ ആയിരിക്കും നമുക്ക് ഒരു പരിപാടി ജേണി തുടങ്ങുന്നത്. അത് കുറേ കാലം ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ എഴുതില്ല. അത് കുറച്ച് കാലം അവിടെ ഇങ്ങനെ ഇട്ട് വർക്ക് ചെയ്ത് ഒരു പോയിന്റിൽ തൃപ്തിയാകുമ്പോൾ ഇത് ഓക്കെയാണ്, ഇത് ചെയ്യാം എന്നൊരു തൃപ്തി തോന്നുന്ന ടൈമിൽ ആലോചിക്കാം. അതുകൊണ്ട് തന്നെ 3-4 സബ്ജക്റ്റ് ആലോചിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒന്ന് തൃപ്തിയാകുമ്പോൾ നമ്മൾ അതിലോട്ട് കയറാന്നുള്ളതാണ്. റിലീസിന് തലേ ദിവസം സിനിമ പാരഡൈസിലെ ഏറ്റവും എനിക്ക് തോന്നുന്നു വർഷങ്ങളായി നമ്മൾ സിനിമയായി കണക്ട് ചെയ്യുന്ന പോയിന്റിൽ വരുന്ന ഒരു സ്റ്റില്ലുണ്ടല്ലോ, അത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നല്ലോ. സിനിമ പാരഡൈസിലെ ഏറ്റവും രസമുള്ള മൊമെന്റ് ആയിട്ട് പേഴ്സണലി എനിക്കും തോന്നിയിട്ടുള്ളതാണ്. ഇവൻ ഇത് കാണുന്നത്, എക്സ്പീരിയൻസ് ചെയ്യുന്നത്, ഇതിലെന്തുണ്ട്, ഇത് പുതിയ വേൾഡാണ്, ഡൈമെൻഷനാണ്. ഈ ആ സ്റ്റില്ല് ശരിക്ക് മറ്റേ കുഞ്ഞരുണാണോ ഇപ്പോഴത്തെ അരുണാണോ? അതെ, ഞാൻ സിനിമ എന്ന് പറയുന്നത് എനിക്ക്, നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ ലൈഫിലുണ്ട്. എല്ലാവരുടെ ലൈഫിൽ, വീട്ടിൽ ലോൺ, EMI, വീട്ടുകാരുടെ പ്രശ്നം,
അങ്ങനെ ഇങ്ങനെ നമ്മൾ ഫ്രസ്ട്രേഷനിലായിരിക്കും പലരും തിയേറ്ററിലോട്ട് വരുന്നത്. തിയേറ്ററിലോട്ട് വന്ന് തിയേറ്ററിൻ്റെ അകത്തുള്ള ബഹളം, തിയേറ്ററിൽ ലൈറ്റ് ഓഫ് ചെയ്യുന്നു, ഒരു വെളിച്ചം വരുന്നു. അപ്പോൾ ആ തിയേറ്ററിൽ ലൈറ്റ് അങ്ങനെ ഓഫ് ചെയ്തിട്ടിരുന്ന് കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും, ബഹളം ഉണ്ടാക്കും. പക്ഷേ അവിടെ ഒരു സംഭവം, ഒരു മാജിക്ക് സംഭവിക്കുകയാണ്. നമ്മളെ പ്രശ്നങ്ങളെല്ലാം നമ്മൾ ആ ക്യാരക്ടറിലേക്ക് കയറുമ്പോൾ നമ്മളത് മറന്നു പോകുന്നു. നമ്മൾ ഇത്രയും നേരം കാർ ഓടിച്ച് വന്നപ്പോൾ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾ മറന്നുപോവുകയും ഇൻ്റർവെലാകുമ്പോൾ നമ്മൾ തിയേറ്ററിലാണ് ഇരിക്കണത് എന്നുള്ളൊരു ഫീല് നമുക്ക് തോന്നി. നമ്മൾ തിരിഞ്ഞു നോക്കുകയും നമ്മൾ തിരിച്ച് നമ്മളെ വേൾഡിലേക്ക് എത്തുകയും നമ്മൾ വാഷ്റൂമിലോട്ട് പോകുന്ന സമയത്ത് എഗെയിൻ നമ്മളെ EMI-യെക്കുറിച്ചും ആ സാധനങ്ങളും അയ്യോ അതൊക്കെ ഉണ്ടല്ലോ, എന്തെങ്കിലും ചെയ്യാം, സെക്കൻഡ് ഹാഫ് ആണ്, വീണ്ടും സെക്കൻഡ് ഹാഫ് ആണ്, വീണ്ടും നമ്മളെ വേൾഡിൽ പോവുകയും പടം കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് വരികയും ചെയ്യുമ്പോൾ അതാണ് സിനിമയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ലൈക്ക് ആ മൊമെൻറ്റിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ അത് ചെറുപ്പം മുതലേ ആ മൊമെൻറ്റ് ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. ലൈക്ക് റിയാലിറ്റിയിൽ നിന്ന് നമ്മൾ ആ വേൾഡിലോട്ട് കയറുന്ന മൊമെൻറ്റ്, പിന്നെ സിനിമ കഴിഞ്ഞ് വീണ്ടും റിയാലിറ്റിയിലോട്ട് വരുന്നത്, അത് ലൈക്ക് ഭയങ്കര ചൈൽഡ്ഹുഡ് സമയത്ത് തന്നെ ആ മൊമെൻറ്റുകൾ എൻജോയ് ചെയ്യാൻ, ലൈക്ക് സിനിമയ്ക്കകത്തോട്ട് കയറി പോവുക, പിന്നെ നമ്മളൊന്നും അറിയണില്ല, എക്സാമോ അല്ലെങ്കിൽ ട്യൂഷൻ ക്ലാസ്സിൽ പിന്നെ സിനിമ കഴിഞ്ഞ് കഴിയുമ്പോൾ റിയാലിറ്റിയിലോട്ട് വരുന്ന ആ മാജിക് ഉണ്ടല്ലോ, അതിന് വേണ്ടിയാണ് ലൈക്ക് ഞാൻ ഇപ്പോഴും എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ സീരീസ് സിനിമ കാണുന്നുണ്ട്. ലൈക്ക് എനിക്ക് ഇതൊക്കെ ഈ പറയുന്ന പരിപാടിയൊക്കെ നിർത്തിയിട്ട് എനിക്ക് രാവിലെ പോയിട്ട് എൻ്റെ വീട്ടിനകത്തിരുന്ന് സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. ഇനി സിനിമകൾ കാണാം, നല്ല നല്ല സിനിമകൾ കാണാമെന്ന് തന്നെയാണ്. അതിന് വലിയ സന്തോഷമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് ഈ തിരക്കുകളും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി കുറേ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്, അതൊക്കെ കാണുമെന്നുള്ളതാണ്. ആ വേൾഡിലേക്ക് പോവുക, അവരുടെ ക്യാരക്ടറിലേക്ക് പോവുക, തിരിച്ചു വരിക. എന്തായാലും എല്ലാവിധ ആശംസകളും. ഈ പറഞ്ഞ പോലെ ആഗ്രഹങ്ങളെല്ലാം നടക്കട്ടെ, എല്ലാ സിനിമകളും കാണാൻ പറ്റട്ടെ, എല്ലാം അടിപൊളിയാവട്ടെ. താങ്ക് യു സോ മച്ച്.